നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും. ഈ 2 കൊരിന്തോസ് 2 അധ്യായം നമുക്കറിയാവുന്ന ഒരു ദൈവവചനം 10-11 വായിക്കുമ്പോൾ, നിങ്ങൾ ക്ഷമിക്കുന്നവരോടെല്ലാം ഞാനും ക്ഷമിക്കും. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചത് ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിങ്ങളെ കരുതിയാണ്. സാത്താൻ നമ്മെ കൊണ്ട് മുതലെടുക്കാതിരിക്കാനാണ് അത്. സാത്താന്റെ പദ്ധതികളെ കുറിച്ച് അറിവില്ലാത്തവരല്ലല്ലോ നാം. അല്ല, ലാസ്റ്റ് പാർട്ട് നമുക്ക് ചിന്തിക്കാം. സാത്താന്റെ പദ്ധതികളെ കുറിച്ച് അറിവില്ലാത്തവരല്ലല്ലോ നാം. കൊറിന്തോസിലെ വിശ്വാസികൾക്ക്, കാരണം പൗലോസ് അവിടെ താമസിച്ച് മോർ ദാൻ 1 year 1.5 വർഷം അവിടെ താമസിച്ച് നിരന്തരമായിട്ട് ദൈവവചനം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം കൊറിന്തോസിലെ വിശ്വാസികൾക്ക് പദ്ധതികളെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചും സാത്താന്റെ പദ്ധതികളെ കുറിച്ച് നമുക്കും അറിവുണ്ടായിരിക്കും. നമുക്ക് വേറെ ഒരു സ്ഥലത്തുനിന്നും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടില്ല. ദൈവത്തിന്റെ വചനത്തില് വെളിപ്പെടുത്തിയിരിക്കുന്ന അത്രയും മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ പറ്റൂ. കാരണം ഈ സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു ഫീൽഡാണ്. അതെന്ത് റിവീൽഡ് ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ നമുക്കറിയാവുള്ളൂ. നമ്മൾ വായിക്കുന്നുണ്ട് ഡ്യൂട്രോമി എടുക്കണ്ട 29 നമ്മൾ വായിക്കുന്നത്, മിസ്റ്ററി ബിലോങ്സ് ടു ഗോഡ് ബട്ട് വാട്ട് എവർ ഈസ് റിവീൽഡ്. അപ്പൊ ഈ സ്പിരിറ്റ് വേൾഡിനെ കുറിച്ച് റിവീൽഡ് ആയിട്ടുള്ളത് അല്ലാതെ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. റിവീൽഡ് ആയിരിക്കുന്നത് ദി ആക്ച്വൽ റിയാലിറ്റിയുടെ മേ ബി 1% അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നമുക്ക് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനപ്പുറത്തേക്കുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിനകത്ത് റിവീൽ ചെയ്തേക്കുന്നത് നമ്മൾ അറിയേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഇതില് സാത്താന്റെ പദ്ധതികളെ കുറിച്ച് അറിവില്ലാത്തവരല്ലോ നമ്മൾ. എഫേഷ്യൻസിന് പൗലോസ് എഫേഷ്യൻ 6 അവിടെ എഴുതിയേക്കുന്നത് 6:10 തുടങ്ങി വായിക്കുമ്പോൾ, അവസാനമായി കർത്താവിൽ അവന്റെ മഹാശക്തിയാൽ കരുത്തരാകുക, പിശാചിന്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. ആ 11ാമത്തെ സെന്റൻസ് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ 6:11 വായിക്കുന്നത്, അതെ, വൈൽസ്. ചിലതിനകത്താണ് ഈ സ്കീംസ് എന്ന, അല്ലെങ്കിൽ സാത്താന്റെ പദ്ധതികൾക്ക് അല്ലെങ്കിൽ സാത്താന്റെ സ്കീംസിന് എതിരായിട്ട് നമുക്ക് ആയുധവർഗം ധരിക്കുന്നത്. അപ്പൊ ഇവിടെ സാത്താന്റെ സ്കീംസ്, അപ്പൊ പിശാചിന് ലെയ്ഡ് ഡൗൺ പ്രിൻസിപ്പിൾസും പദ്ധതികളും ഉണ്ട്. ഇവിടെ പൗലോസ് പറഞ്ഞേക്കുന്നത് 2 കൊറിന്ത്യൻസ് 2 പറഞ്ഞേക്കുന്നത് സാത്താന്റെ പദ്ധതികളെ കുറിച്ച് നമുക്ക് അറിവില്ലാത്തവരല്ലല്ലോ. അപ്പൊ നമ്മള് സാത്താന്റെ പദ്ധതികളെ കുറിച്ച് റിവീൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ വന്നത്, അപ്പൊ ഈ വെളിപ്പെട്ടിരിക്കുന്ന സ്കീംസ് അല്ലെങ്കിൽ പദ്ധതികൾ നമുക്ക് ബ്രീഫായിട്ട് ചിന്തിക്കാം. ദെൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും നമുക്ക് ബ്രീഫായിട്ട് ചിന്തിക്കാം ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പോൾ ഏദൻ തോട്ടത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് പിശാചിനെ കാണുന്നത്. അവിടെ നമുക്കറിയാം ദൈവം അവർക്കൊരു കൽപ്പന കൊടുത്തിട്ടുണ്ടായിരുന്നു. 2:16 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, 15 തുടങ്ങി, കർത്താവായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നതിനും തോട്ടം സൂക്ഷിക്കുന്നതിനുമായി ആക്കി. മനുഷ്യനോട് കർത്താവായ ദൈവം ഇപ്രകാരം കൽപ്പിച്ചു. ദി ഫസ്റ്റ് വേർഡ് ഓഫ് ഗോഡ്, അല്ലെ ദൈവം മനുഷ്യനോട് ആദ്യമായിട്ട് കൽപ്പിക്കുന്ന ആദ്യത്തെ ദൈവം ഇപ്രകാരം കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടംപോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നുകൂടാ, അത് തിന്നുന്ന നാൾ തീർച്ചയായും നീ മരിക്കും. അറ്റ് ദാറ്റ് ടൈം ദാറ്റ് വാസ് ഓൺലി വൺ വേർഡ് ഓഫ് ഗോഡ്. ഒറ്റ വചനമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഹ്യൂമാനിറ്റിക്ക് ഒറ്റ വചനേ കിട്ടിയിട്ടുള്ളൂ. ആദമാൻ ദൈവന് അവർക്ക് കിട്ടിയേക്കുന്നത് എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം, എന്നാൽ
നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നുകൂടാ. ഒരു നോയും ദെൻ അതിന്റെ കൺസീക്വൻസും ഉണ്ടായിരുന്നു. അതിനകത്ത് കൺസീക്വൻസ് ഇതാണ്, അത് തിന്നുന്ന നാൾ നീ തീർച്ചയായും മരിക്കും. എന്നാല് അതായിരുന്നു. അപ്പൊ പിശാചിന്റെ സ്കീമുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദാറ്റ് വാസ് ദി ഓൺലി വൺ വേർഡ് ഓഫ് ഗോഡ് വിച്ച് വാസ് ഗിവൺ ടു ഹ്യൂമാനിറ്റി. 3 അധ്യായം എടുക്കുമ്പോൾ കർത്താവായ ദൈവം സൃഷ്ടിച്ച വന്യജന്തുക്കളിൽ ഏറ്റവും കൗശലമേറിയതായിരുന്നു സർപ്പം. അപ്പൊ ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു സർപ്പമായിട്ടാണ് നമ്മൾ കാണുന്നത്. അറ്റ് ദി സെയിം ടൈം വെൻ യു ആർ ഗോയിങ് ടു റെവലേഷൻ, ആദ്യം നോക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മളിത് സർപ്പമാണെന്ന് വിചാരിക്കും. റെവലേഷൻ 12 അതിന്റെ 7 തുടങ്ങി വായിക്കുമ്പോൾ, ബാബു ഒന്ന് വായിക്കും, 12:7 തുടങ്ങി. പിന്നെ സ്വർഗത്തിൽ യുദ്ധമായി, മീഖായേലും മാലാകമാരും കൂടി വ്യാളിക്കെതിരെ അണിനിരുന്നു. വ്യാളിയാകട്ടെ തന്റെ ദൂതനുമൊത്ത് അവരോട് പടവെട്ടി. എന്നാൽ വ്യാളിയും സംഘവും പരാജയപ്പെട്ടു. അവർക്ക് സ്വർഗത്തിൽ ഇടമേ ഇല്ലാതായി. പിശാച് എന്നും സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന സർവ്വലോകത്തെയും വഴിതെറ്റിക്കുന്ന ആ വലിയ വ്യാളി, പഴയ സർപ്പം, താഴെ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു. അപ്പൊ ഈ പഴയ സർപ്പം എന്ന് പറഞ്ഞേക്കുന്നത് വ്യാളി അല്ലെങ്കിൽ പിശാചിനെ കുറിച്ച്. അപ്പം ഈ ആദമാന്റെയും അല്ലെ ഈവിന്റെ അടുത്ത്, അവയുടെ നോട്ടത്തിൽ ഒരു പാമ്പ് തന്നെയാണ്. ബട്ട് ദി പവർ ബിഹൈൻഡ് ദാറ്റ് സ്നേക്ക് വാസ് ഈ പിശാചാണ്, സാത്താനാണ്. അപ്പൊ നമുക്കറിയാം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അപ്പൊ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ക്രിയേറ്റഡ് ഏഞ്ചൽ അല്ലെങ്കിൽ ആ മഹത്വപൂർണനായിരുന്ന മാലാഖ സാത്താനായി കഴിഞ്ഞിരുന്നു. അതിനു മുമ്പുള്ള സംഭവം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. അറ്റ് ദി സെയിം ടൈം പിശാചിന്റെ സ്കീമിൽ ആദ്യമേ അപ്പൊ ഈ വന്നിരിക്കുന്നത് ഈ സർപ്പത്തിന്റെ വേഷത്തിൽ, അല്ലെ ദി പവർ ബിഹൈൻഡ് സർപ്പന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം ജീവികളിൽ പിശാച് കയറുമെന്ന് നമുക്കറിയാം, അല്ലേ? കർത്താവിനോട് ലഗിയോൻ ബാധിച്ചവൻ ചോദിച്ചു, ഈ പന്നികളിൽ പ്രവേശിക്കാനുള്ള പെർമിഷൻ കൊടുത്തു. അപ്പൊ മൃഗങ്ങളിൽ പിശാച് പ്രവേശിക്കും എന്നുള്ളത് നമുക്ക് ബൈബിളിൽ റിവീൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അപ്പോൾ മൃഗങ്ങളില് പിശാച് പ്രവേശിക്കും. അപ്പൊ ഇവിടെ ഒരു പക്ഷേ ഈ സർപ്പം നാച്ചുറൽ സർപ്പമായിട്ടായിരിക്കും, അതിന്റെ പിന്നില് പിശാചിന്റെ ശക്തിയായിട്ടായിരിക്കും ഉള്ളത്. എന്താണെങ്കിലും ആ സർപ്പം എന്താ പറയുന്നത്, ഈ വീഴ്ചയ്ക്ക് മുമ്പുണ്ടായിരുന്ന മൃഗങ്ങളുടെ കഴിവുകൾ ഒരുപക്ഷെ ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഈ സർപ്പം സംസാരിച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒത്തിരി സ്ട്രേഞ്ച് ആയിട്ട് ചിന്തിക്കാനൊന്നുമില്ല. ഈവൻ ഇതിന് ഈ പോസ്റ്റ് ഫോൾ ബലിയാമിന്റെ സമയത്ത് കഴുത സംസാരിക്കുന്നു. അപ്പോ എന്താണ് ഈ സാബുവായോട് പറഞ്ഞു, ഇങ്ങനെ ചോദിക്കുന്നത്, സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിൽ ഏതെങ്കിലും വൃക്ഷത്തിന്റെ കനി നിങ്ങൾ തിന്നുകൂടാ എന്ന് ദൈവം അരുൾ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇത് ഫസ്റ്റ് സ്കീം എന്തിനെതിരായിട്ടാണ്? പിശാചിന്റെ സ്കീം, ദി വേർഡ് ഓഫ് ഗോഡിന് എഗൻസ്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ പിശാചിന്റെ സ്കീമുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ദൈവകൽപ്പനയെ കുറിച്ച് പറയുമ്പോൾ 1-ാം കൽപ്പന 2-ാം കൽപ്പന എന്ന് പറയുന്ന പോലെ ദി ഫസ്റ്റ് ടൈം പിശാച് അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് എതിരായിട്ട് സ്കീം ഇറക്കിയേക്കുന്നത് അതിന് 1-ാം സ്ഥാനമുണ്ട്. അതുകൊണ്ട് അത് 1-ാമത് എഴുതിയേക്കുന്നത്. അപ്പൊ അവിടെ ചോദിക്കുന്നത്, തോട്ടത്തിൽ ഏതെങ്കിലും വൃക്ഷത്തിന്റെ കനി നിങ്ങൾ തിന്നുകൂടാ എന്ന് ദൈവം അരുൾ ചെയ്തിട്ടുണ്ടോ? ഇത് പിശാചിന് നല്ലപോലെ അറിയാം. കാരണം പിശാചിന് ദൈവവചനത്തെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, ഇതെല്ലാം പിശാച് ചോദിക്കുന്നുണ്ട്. അത് തന്നെയല്ല, സ്പിരിറ്റ് വേൾഡിലുള്ള ഈ പിശാചിന് ദൈവത്തിന്റെ ഉച്ചരിച്ചേക്കുന്ന വചനങ്ങളെല്ലാം അറിയാം. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പിശാച് ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ഇത് തന്നെയായിരിക്കും, അങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ റിട്ടൺ തിങ്സിന് എഗൻസ്റ്റ് ആയിട്ടാണ് പിശാചിന്റെ ഫസ്റ്റ് സ്കീം. അപ്പോൾ ഈ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളിൽ നിന്നുള്ള കനികൾ ഞങ്ങൾക്ക് തിന്നാം, പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ കനി നിങ്ങൾക്ക് തിന്നുകൂടാ, അത് തൊടുക പോലും ചെയ്യരുത്, മറിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം അരുൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുമോ? രഞ്ജിത്ത് 2-ഉം 3-യും വായിക്കുമ്പോൾ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു. And the woman said, but of the fruit of the tree which is in the midst of the garden, God has said, you shall not eat it, nor shall you touch it, lest you die. So the serpent said to the woman. മതി. അപ്പൊ ഇവിടെ ഈ ഹവ്വയുടെ ആൻസർ, അതായത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്,
ഒരു കാര്യം കൂട്ടിച്ചേർത്തു. നമുക്കറിയാവുന്ന കാര്യം, പക്ഷേ ഒന്നുകൂടെ എന്താ പറയുന്നത്, നമ്മൾ റീകളക്ട് ചെയ്യുന്നുള്ളൂ. അത് തുടരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ലായിരുന്നു, കൂട്ടിച്ചേർത്തു. ദെൻ ദൈവം പറഞ്ഞിരുന്നു അത് തിന്നുന്ന നാൾ തീർച്ചയായും നീ മരിക്കുമെന്നുള്ള, സർട്ടൻലി യു വിൽ ഡൈ എന്നുള്ളത് ചില ട്രാൻസ്ലേഷനിൽ യു മേ ഡൈ എന്നാണ് അവർ റിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പിശാചിന്റെ പ്രവർത്തനം, പിശാചിന്റെ സ്കീം ആൻഡ് ദി ഫോൾ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതില് പിശാചിന്റെ ജോലി ചെയ്യുന്നതെന്നും ദൈവവചനം തന്നെ സൈറ്റ് ചെയ്ത് ഇങ്ങനെ അരുൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ അരുൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമല്ല പിശാച് പറഞ്ഞ, അരുൾ ചെയ്തിട്ടുണ്ടോ എന്നൊരു, അതെന്താ മനുഷ്യനിലുണ്ടാകുന്ന ഇമോഷൻ എന്തായിരിക്കും? ഡൗട്ടാണ്. ഡൗട്ട്. നമ്മുടെ ജീവിതത്തിൽ സർട്ടൻറ്റി ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് ഇല്ലാതായാൽ പിശാചിന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഇരയായിത്തീരും. സർട്ടൻറ്റി ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. അതുകൊണ്ട് പൗലോസൊക്കെ പഠിപ്പിച്ചു, നിങ്ങൾ യു സ്റ്റഡി ദി വേർഡ് ആക്യുറേറ്റ്, സ്ക്രിപ്ചർ ആക്യുറേറ്റ് ആയിട്ട് അറിയാമായിരിക്കണം. ആക്യുറേറ്റ് ആയിട്ട് എഴുതിയേക്കുന്ന മാത്രം അറിഞ്ഞാൽ പോലെ അതിന്റെ റൈറ്റ് ആപ്ലിക്കേഷൻ കൂടി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ പിശാച് എടുത്ത് ഉപയോഗിക്കും. അതില് തിമോത്തിയോസിൽ എഴുതിയേക്കുന്നിടത്ത് ദൈവത്തിന്റെ വചനം ശരിയായി കൈകാര്യം ചെയ്യുക എന്ന് അറിഞ്ഞേക്കുന്നിടത്ത് ആ നോളജ് അല്ല, ഇത് റൈറ്റ് ആപ്ലിക്കേഷൻ എഴുതിയേക്കുന്നത്, റൈറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദി വേർഡ്. അപ്പം ഇവിടെ ഹവ്വയ്ക്ക് കുറെ കാര്യമൊക്കെ അറിയാം, വന്നെടുത്ത് ഇതിന്റെ കൺസിക്വൻസ് പറഞ്ഞെടുത്ത് മരിക്കും, സർട്ടൻലി ഡൈ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓൾറെഡി പിശാചിന്റെ ഇരയായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ദൈവവചനത്തിന്റെ കൺസിക്വൻസ്, അല്ലെ ദൈവം ഇങ്ങനെ തന്നെ പ്രവർത്തിക്കും, ഇത് വയലേറ്റ് ചെയ്താൽ സീരിയസ് കൺസിക്വൻസ് ഉണ്ടാകും എന്നുള്ള ഹൃദയാവസ്ഥയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പിശാചിന്റെ പിടിയിലായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഹവ്വ പറയുന്നത് തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ഈ മോശയിലൂടെയാണല്ലോ ആദ്യം ദൈവത്തിന്റെ വചനം വന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത ദിവസം ചിന്തിച്ച ഡ്യൂട്ടോണമി 4:2 വായിക്കുമ്പോൾ ഒന്ന് വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് എന്തെങ്കിലും കൂട്ടുകയോ അതിൽ നിന്ന് ഒന്നും കുറയ്ക്കുകയോ അരുത്. ഞാൻ ആജ്ഞാപിക്കുന്നവ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കണം. അതെ. അപ്പൊ പിശാചിന്റെ സ്കീമുകളെ കുറിച്ച് നമ്മൾ അറിവില്ലാത്തവരല്ലോ എന്ന് കൊറിന്തോസുകാരോട് പൗലോസ് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ കൊറിന്ത ലേഖനത്തിൽ മാത്രമല്ല, ബൈബിളിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ടാവും. വാട്ട് എവർ ഈസ് റിവീൽഡ്, ഈ റിവീൽഡ് ആയിട്ടുള്ള കാര്യം മാത്രമേ പൗലോസിനും അറിയാവുള്ളൂ, അതൊക്കെ നമുക്കും അറിയാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നത് ഇതിനോടൊന്നും കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. ദെൻ ഡ്യൂട്ടോണമി 12:32 വായിക്കുമ്പോൾ, ഞാൻ കൽപ്പിക്കുന്നവയെല്ലാം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ എന്തെങ്കിലും അവയിൽ കൂട്ടിച്ചേർക്കുകയോ അവയിൽ നിന്ന് നീക്കം ചെയ്യുകയോ അരുത്. അപ്പൊ ഇവിടെ ദെൻ ബൈബിളിന്റെ ലാസ്റ്റ് പാർട്ട് എടുക്കുമ്പോൾ, റെവലേഷൻ 22 എടുക്കുമ്പോൾ, റെവലേഷൻ 22ന്റെ സെന്റൻസ് ലാസ്റ്റ് പാർട്ടില്, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്നവർക്കൊക്കെ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു, ആരെങ്കിലും ഇവയോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരി ദൈവം അയാൾക്ക് നൽകും. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു മാറ്റിയാൽ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ള ജീവന്റെ വൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അയാൾക്കുള്ള ഓഹരി ദൈവം എടുത്തു കളയും. അതെ. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഈ ദൈവവചനത്തോട് മായം ചേർക്കുന്നവർ, അല്ലെ ദൈവവചനത്തിന്റെ വേലിക്കെട്ടിനുള്ളിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമില്ലാത്തവര് പറയുന്ന ഒരു ന്യായമാണ് ഡ്യൂട്ടോമി പറഞ്ഞിട്ട് ഇതിനോടൊന്നും കൂട്ടുകയും ചെയ്ത് കുറയ്ക്കുകയും ചെയ്തത്. അതിനുശേഷം ഇഷ്ടംപോലെ കൂട്ടിയിട്ടുണ്ട് അല്ലെ, പിന്നീട് വന്ന എല്ലാം ദൈവത്തിന്റെ വചനം. ബട്ട് ദി ബൈബിൾ ഈസ് സീൽഡ്. റെവലേഷൻ 22 പറഞ്ഞു ഇനി ഇതിനോടൊന്നും സീലായി, പിന്നെ ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പോ പിശാച് ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്നല്ല ചോദിക്കും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് തുല്യ. അപ്പൊ നമ്മളോട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് പിശാച് വന്ന് ചോദിക്കുമല്ല, നമ്മൾ ലൈഫ് സിറ്റുവേഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ സ്കീമിലേക്ക് വീഴാൻ നമ്പർ 1 ഒരു കാൻഡിഡേറ്റ് ആയിട്ട് തീരും. അപ്പൊ അങ്ങനെ ചോദിച്ചു. അതിന് ഹവ്വ കൊടുത്ത ആൻസർ തീർച്ചയായിട്ടും ഒരു ആക്യുറേറ്റ് നോളജ് ഓഫ് ദി സ്ക്രിപ്ചർ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ റിപ്ലൈ ആയിരുന്നു. കാരണം കൂട്ടിച്ചേർത്തു.
ഈ സുഭാഷിതങ്ങൾ 30 എടുക്കുമ്പോൾ കൂട്ടിച്ചേർക്കുന്നതും കുറയ്ക്കുന്നതും എടുത്താൽ ഏതാ മോർ സീരിയസ്? കൂട്ടിച്ചേർക്കുന്നത് അല്ല, 2 സീരിയസ്. ബട്ട് അല്ല, കുറയ്ക്കുന്നതെന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ്. നമ്മളെല്ലാവരും കുറേശ്ശെ കുറയ്ക്കുന്നവരാ. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടെന്ന് സംബന്ധിച്ചിട്ട് കാര്യമില്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുന്നതെല്ലാം നമ്മൾ കുറയ്ക്കുന്നതിന് തുല്യ. സുഭാഷിതം 30 അതൊന്ന് വായിച്ചിട്ട്. അവന്റെ വചനങ്ങളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്, ചേർത്താൽ അവൻ നിന്നെ ശാസിക്കും, നീ കള്ളനാകും. അതെ, അപ്പൊ ഈ ഇതിനോട് കുറയ്ക്കുക എന്ന് പറഞ്ഞേക്കുന്നത്, നമ്മളെല്ലാം കുറയ്ക്കുക എന്ന് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബൈബിളിൽ നമ്മൾ മായ്ച്ചു കളഞ്ഞെന്നോ വെട്ടിക്കളഞ്ഞെന്നോ അല്ല. അറ്റ് ദി സെയിം ടൈം ഒരു പർട്ടിക്കുലർ വേർഡ് നമ്മൾ അനുസരിക്കാതിരിക്കും പറ്റി സെയിം ആ അതിൽ അത് ഇറേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് തുല്യ. അവിടെ എഴുതിയേക്കുന്നിടത്ത് ഈ 30 എഴുതിയേക്കുന്നിടത്ത് ഒന്നും കൂട്ടിച്ചേർക്കരുത്. ഈ കൂട്ടിച്ചേർക്കുന്നതും വ്യത്യാസം എന്ന് പറയുന്നത്, കുറയ്ക്കുന്നത് ഡിസൊബീഡിയൻസും, കൂട്ടിച്ചേർക്കുന്നതോ അല്ല, ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുക. കാരണം നമ്മൾ യാക്കോബിൽ വായിക്കുന്ന എന്താ, നിയമദാതാവും വിധികർത്താവുമായിട്ട് ഒരുവനേ ഉള്ളൂ. ക്വാളിറ്റി എന്താ? വിധികർത്താവുമായിട്ട് ഒരുവനേ ഉള്ളൂ. നിയമം നൽകണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് 4 ഈ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഒക്കെ കുറെ. കാരണം നമ്മൾ നോക്ക്, ഈ അവയുടെ പ്രോബ്ലത്തിൽ അപ്പൊ നമ്മൾ നിൽക്കുന്നത്. കാരണം ആക്യുറേറ്റ് ആയിട്ട് എന്താ അറിയില്ല. ഡിവൈഡിങ്, അതെ, ഇവിടെ എഴുതിയേക്കുന്നത് യാക്കോബ് 4 എത്ര വേഴ്സ്? എത്ര? 4:12 ഒരേ ഒരു നിയമദാതാവും വിധിയാളനുമേ ഉള്ളൂ. ആളുടെ ക്വാളിറ്റി ഇതായിരിക്കണം, രക്ഷിക്കാനും നശിപ്പിക്കാനും അവന് മാത്രമേ കഴിയൂ. അപ്പോ രക്ഷിക്കാനും ശിക്ഷിക്കാനും അല്ലെ, രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവന് മാത്രമേ എന്ത് തരാൻ പറ്റൂ? നിയമം തരാൻ പറ്റൂ, അല്ലെ ദൈവത്തിന്റെ വചനം തരാൻ പറ്റൂ. അപ്പൊ ഇവിടെ ഹൗവ പറയാത്തൊരു കാര്യം പറഞ്ഞു, ഇത് തൊടുക പോലും ചെയ്യരുത്. കാരണം എഴുതാത്തൊരു കാര്യം, പറയാത്തൊരു കാര്യം പറയാൻ ഹൗവയ്ക്ക് റൈറ്റ് ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ പ്രാക്ടീസില്, അല്ലെ നമ്മുടെ എന്തെങ്കിലും കാര്യത്തില് ഇല്ലാത്ത ഏതെങ്കിലും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമ്പർ 1 എൻട്രൻസ് ഡോർ അത്. കാത്തലിക് ആയിരുന്നപ്പോ ഒരു കാര്യം അന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഈ പെസഹ വ്യാഴാഴ്ച 12 പേരുടെ കാല് കഴുകി മൂത്തും. കർത്താവ് ചെയ്തില്ല, കർത്താവ് കാല് കഴുകിയുള്ളൂ ഇല്ല. അപ്പോ അതിനെക്കുറിച്ച് ഞാനൊരു സഭയുടെ ആളോട് ചോദിച്ചു പറഞ്ഞത്, ഇറ്റ് ഈസ് ടു ഷോ മോർ ഹ്യൂമിലിറ്റി. അപ്പോ കർത്താവ് ചെയ്തതിനേക്കാൾ ഹ്യൂമിലിറ്റി, അതാ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഈ എഴുതിയിരിക്കുന്ന വേലിക്കെട്ടിന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്തായി തീരുന്നത്? യു ആർ ഫ്രോൺ ടു സാത്താനിക് അറ്റാക്ക്. 1 Corinthians 4:6 വായിക്കുമ്പോൾ ഭഗവതോടെ വായിക്കും. സഹോദരരെ, ഇവയെല്ലാം എന്നെ കുറിച്ചും അപ്പോളോസിനെ കുറിച്ചും ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നന്മയ്ക്കാണ്. എഴുതപ്പെട്ടിരിക്കുന്നതിനെ മറികടക്കരുത് എന്ന ചൊല്ല് നിങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതിനാണ് ഇത്. അതെ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് പൗലോസ് പറയാ കൊറിന്തോസുകാരോട്, എഴുതപ്പെട്ടതിനെ മറികടക്കരുത് എന്ന് there was a saying amongst the Jews. യഹൂദരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്ലെങ്കിൽ അവരൊരു പ്രാക്ടീസാണ്. എന്ത് കാര്യം വന്നാലും ഒരു സംശയം വന്നാൽ അവരെങ്ങോട്ട് നോക്കും? തിരുവഴുത്തിലേക്ക് നോക്കും. തിരുവഴുത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, അപ്പൊ തന്നെ അവരതിനെ റിജക്ട് ചെയ്ത് കളയും. അപ്പോൾ ആ ജൂയിഷ് പ്രാക്ടീസ് ഈ കൊറിന്തോസ് സഭയിലുള്ളവരും പഠിക്കണമെന്ന് പറയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അത് പഠിക്കണമെന്ന് അപ്പസ്തോലന്മാർ ആഗ്രഹിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രാക്ടീസിൽ നിന്ന് എഴുതപ്പെട്ടതിനെ മറികടക്കുന്ന അല്ലെങ്കിൽ സ്ക്രിപ്ചറിന്റെ സപ്പോർട്ട് ഇല്ലാത്ത ഒരു പ്രാക്ടീസും നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പിശാചിന്റെ സ്കീമുകളിൽ നമ്മൾ ചെന്നപ്പെട്ടു. അപ്പൊ ഇതില് പിശാച് പ്രവർത്തിക്കുന്ന അതിനെക്കുറിച്ച് ന്യൂ ടെസ്റ്റമെന്റിൽ എഴുതിയേക്കുന്നിടത്തും 1 തിമോത്തി 4 എടുക്കുമ്പോൾ നമുക്കറിയാവുന്ന സ്ഥല. എന്നാലും അപ്പൊ പ്രൈമർലി പിശാചിന്റെ സ്കീമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, ദൈവവചനമായിട്ടുള്ള ബന്ധത്തിലാണ് പിശാചിന്റെ സ്കീംസ് പ്രൈമർലി. വേറെ ഉള്ളത് എല്ലാം അതിന്റെ ബൈ പ്രോഡക്ട്സാണ്. 1 തിമോത്തി 4 ഇംഗ്ലീഷ് വായിക്കുമ്പോൾ 1 Timothy 4:1 തുടങ്ങി വായിക്കുമ്പോൾ, Now the Spirit
expressly says that in latter times some will depart from the faith, giving heed to deceiving spirits and doctrines of demons. കണ്ടോ? അപ്പൊ giving heed to deceiving spirits and doctrines of demons. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ അന്ത്യകാലത്ത് അപ്പൊ ആദ്യം ഏതെങ്കിലും തൊട്ടത്തിന് തുടങ്ങിയേക്കുന്ന പരിപാടി അത്. Now the spirit പൗലോസിന്റെ സ്പിരിറ്റ് അല്ല, ഹോളി സ്പിരിറ്റ്, ക്യാപിറ്റൽ ലെറ്റർ. Now the spirit expressly says that in latter times, അന്ത്യകാലത്ത്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ കാലം, അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണേലും അന്ത്യം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പല്ലേ, 2000 years we are near to the end. അപ്പൊ അന്ത്യകാലത്ത് some will depart from the faith എന്ന് പറഞ്ഞേക്കുന്നത് ഏത് ഫെയ്ത്താ? നമ്മുടെ ഫെയ്ത്ത് എന്നുള്ളതല്ല, ഇവര് പഠിപ്പിച്ച്, പൗലോസ് തിമോത്തിയോസിനെ പഠിപ്പിച്ച ഫെയ്ത്ത്. ഇപ്പോഴുള്ള ഫെയ്ത്തുകളില് എന്താ പറയുന്നത്, എത്ര ടൈപ്പ് ഫെയ്ത്ത് ഉണ്ടെന്ന് മനുഷ്യന് എണ്ണിയ തീരാത്ത തരം ഫെയ്ത്ത് ഉണ്ട്. അപ്പോ പീപ്പിൾ വിൽ ഡിപ്പാർട്ട് ഫ്രം ദി ഫെയ്ത്ത്, അതായത് അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ, ഫെയ്ത്ത്, ഗീവിംഗ് ഹീഡ് ടു ഡിസീവിംഗ് സ്പിരിറ്റ്സ്. ചെറിയ സ്പിരിറ്റ് അതാണ് ഇംഗ്ലീഷ് നോക്കിയാൽ. ഡിസീവിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ആത്മാക്കളാണ്. ഡിസീവിംഗ് സ്പിരിറ്റ്സ് ആൻഡ് ഡോക്ട്രിൻസ് ഓഫ് ഡെമോൺസ്. അപ്പൊ ഇതിൽ അന്ത്യകാലം ഇപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് ഈ ലോകത്തിൽ മുഴുവൻ ഡിസീവിംഗ് സ്പിരിറ്റിന്റെ വർക്കും ഡെമോണിക് ഡോക്ട്രിനും ലോകത്തിൽ പ്രചാരത്തിലാണ്. ഇതിൽ നിന്ന് ഇവര് നൽകിയ ഡോക്ട്രിൻ, അതായത് ഡിപ്പാർട്ടിങ് ഫ്രം ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പസ്റ്റോളിക് ഡോക്ട്രിനാണ്. ഈ തീത്തോസിന്റെ ലൈൻ എടുക്കുമ്പോ ടൈറ്റസില് അതിന്റെ 2:1 തുടങ്ങി വായിക്കുമ്പോ, ബട്ട് ആസ് ഫോർ യു, ഞാൻ ഈ ഡോക്ട്രിൻ എന്നുള്ള വേർഡ് എടുക്കാൻ വേണ്ടിയാ ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുന്നത്. മലയാളത്തിൽ സിദ്ധാന്തം സെയിം ആണെന്നാണ്. ഡോക്ട്രിൻ എന്ന് കേൾക്കുമ്പോൾ അതിന് ഇച്ചിരി കൂടി ഒരു ഗൗരവം തോന്നാൻ വേണ്ടിയിട്ടാണ്. But as for you, speak the things which are proper for sound doctrine. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ക്രിസ്തീയ കോളത്തില് എല്ലാരും പ്രസംഗിക്കുന്നവരും എല്ലാരും സുവിശേഷം പറയുന്നത്, ബട്ട് സൗണ്ട് ഡോക്ട്രിൻ അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ പഠിപ്പിച്ച ചിന്താ വിഷയവും ഇല്ല. ലോകത്തിൽ എല്ലായിടത്തും സുവിശേഷ പ്രസംഗവും പരിപാടികളും, ബട്ട് വാട്ട് ഈസ് ദി അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ? അതുകൊണ്ട് നമ്മുടെ ഡേ ഓഫ് പെന്തിക്കോസ്റ്റിൽ അവര് Acts 2 അതായത് രക്ഷിക്കപ്പെട്ട കൂട്ടം ചെയ്ത കാര്യം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാവരും കർത്താവിന് ജീവിതം കൊടുത്തവരാണ്, അല്ലെ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലൂടെ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് അത് നിത്യത ദൈവത്തോടു കൂടി ആയിരിക്കും എന്നുള്ള ഉറപ്പോടു കൂടി ജീവിക്കുന്നവരാണ് നമ്മൾ. അതായിരുന്നു രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അപ്പൊ അതില് 2:42 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആൻഡ് ദേ കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി ഇൻ ദി അപ്പസ്റ്റോൾസ് ഡോക്ട്രിൻ. അപ്പൊ അവര് ദേ കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി ഇൻ അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ. ഒത്തിരി ഡോക്ടർ ഉണ്ട്, നമ്മൾ വായിച്ചില്ല. 1 തിമോത്തി 4:1 വായിച്ചു. അന്ത്യകാലത്ത് ലാറ്റർ ടൈംസിൽ എന്തൊക്കെ ഡോക്ടറിൻ ഉണ്ട്? ഡിസീവിംഗ് സ്പിരിറ്റിന്റെ ഡെമോണിക് ഡോക്ടറിൻ ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കായി. അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ ഡിസീവിംഗ് സ്പിരിറ്റ്സിന്റെ ഡെമോണിക് ഡോക്ട്രിനിലായിരിക്കും. ഡെമോണിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള, എല്ലാ രീതിയിലും നശിപ്പിക്കാൻ വേണ്ടിയുള്ള. അപ്പൊ ഇതില് തീത്തോസിനോട് പറയുകയാണ്, യു ടീച്ച് ദി തിങ്സ് വിച്ച് ഈസ് ഫിറ്റിംഗ് ഫോർ ദി കറക്റ്റ് ആയിട്ടുള്ള ഡോക്ട്രിൻ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈവൻ ആദ്യത്തെ അറ്റാക്കാണ്. ഇവനോട് ചോദിച്ചു, ഇവന് ഒരു വ്യക്തത ഇല്ലാതായി. ഇത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ പിശാചിന്റെ അറ്റാക്ക് വന്നത്? നമ്മളിതൊരു സിനിമ കാണുന്ന പോലെ വായിച്ചാൽ ശരിയാകത്തില്ല. ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കറിയത്തില്ല. വി ഡോണ്ട് നോ, നോബഡി നോസ്. അതാ കറക്റ്റ്. ആർക്കും അറിയില്ല ഇവർ എത്ര കാലം ജീവിച്ചതിന് ശേഷമാണ് പിശാചിന്റെ പ്രലോഭനത്തിൽ വീണ് പാപത്തിൽ വീണെന്നുള്ളത്. നോബഡി നോസ്. ആൾക്കാർ എന്തെല്ലാം തിയറി കൊണ്ടുവന്നാലും ആർക്കും കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുള്ളത് സത്യം. അപ്പൊ ഇതില് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എഴുതാപ്പുറമല്ല, നാച്ചുറൽ ഹ്യൂമൻ ടെൻഡൻസി. നമ്മള് ഉസായുടെ കാര്യം ചിന്തിച്ചു. ഉസ പേടകത്തിൽ തൊട്ടു ഇല്ലേ? ഉസായുടെ കൂടെ പേടകം എത്ര വർഷം ഉണ്ടായിരുന്നു? 20 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പേടകത്തോടുള്ള റെവറൻസ് കുറഞ്ഞു പോയി. വീട്ടിൽ തൊട്ടിട്ടുണ്ടാവില്ല, അങ്ങനെ ഇരുന്നു. ഇത് തൊടാൻ പാടില്ലാത്ത സാധനമാണെന്ന് ഉസാക്ക് അറിയായിരുന്നു.
അറിയില്ലായിരുന്നു. അറിയാമെങ്കിൽ തൊടില്ല. ഇത് തൊട്ടാ മരിക്കുന്ന ആരും പോയി തൊടും. എന്തായിരുന്നു റീസൺ? എന്തായിരുന്നു? അതായത് നമ്പേഴ്സ് 4:15 വായിക്കുമ്പോൾ ഇതൊക്കെ ഈ പെന്റാറ്റ്യൂക്ക് അല്ലെങ്കിൽ മോശയുടെ പുസ്തകങ്ങളൊക്കെ കിട്ടി വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. സംഖ്യ പുസ്തകം 4:15 തുടങ്ങി വായിക്കുമ്പോൾ പോകുന്ന വായിക്കും. പിന്നീട് തണ്ടുകൾ ചെലുത്തണം. പിന്നീട് തണ്ടുകൾ ചെലുത്തണം. പാളയം പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും ചേർന്ന് വിശുദ്ധ സ്ഥലവും അതിലെ എല്ലാ ഉപകരണങ്ങളും പൊതിയണം. പിന്നീട് ആഹാദിന്റെ പുത്രന്മാർ ഇവ ചുമക്കാൻ വരട്ടെ. അവർ വിശുദ്ധ വസ്തുക്കളിൽ സ്പർശിക്കരുത്. സ്പർശിച്ചാൽ അവർ മരിക്കും. സമ്മേളന കൂടാരത്തിലുള്ള ഇവയെല്ലാമാണ് ആഹാദിന്റെ പുത്രന്മാർ സംഭവിക്കേണ്ടത്. അപ്പൊ ഇതിൽ സ്പർശിച്ചാൽ മരിക്കും. ഇത് ഓൾറെഡി എഴുതി കൊടുത്തേക്കുന്നതാണ്. പക്ഷെ ആർക്കും ഉസാക്ക് അറിയില്ല, അല്ലെങ്കിൽ വിത്ത് ഡ്യൂ ടൈം കാലം കൊണ്ട് അതിനോടുള്ള ഭയം പോയി. ആൾക്കാർ പറയുന്നതായിട്ടുണ്ട് ലോർഡ് സപ്പർ എല്ലാ ആഴ്ചയും നടത്താത്ത ഒരു റീസൺ പറഞ്ഞു. എല്ലാ ആഴ്ചയും നടത്തിയ ഇതിനോടുള്ള റെവറൻസ് കുറഞ്ഞു. ഇത് എല്ലാ ആഴ്ചയും നടത്തിയ റെവറൻസ് കുറയുന്നവർക്ക് ആണ്ടിലൊരിക്കൽ നടത്തിയാലും റെവറൻസ് കുറയും. കാരണം ദൈവത്തോടുള്ള റെവറൻസ് ഒരു സമയത്തിന്റെ കാലത്തിന്റെ പരിധിയിലുള്ളതല്ല. അപ്പൊ ഉസാക്ക് ഇത് അറിയില്ലായിരുന്നു. ഹവ്വായ്ക്ക് അതിന്റെ സീരിയസ്നെസ് പോയി. ദെൻ നമ്മൾ പിന്നെ വായിക്കുന്ന എന്താ, ഉസായുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. പിന്നെ ആരാ ഈ റെവറൻസ് കാലം കൊണ്ട് റെവറൻസ് കുറഞ്ഞു പോയവര്? പഴയ നിയമത്തിലെ അതെ അല്ലെന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അപ്പൊ പിശാചിന്റെ സ്കീമിൽ നമ്മൾ പെടുന്ന എപ്പോഴാണ്? അതായത് ദൈവവചനത്തോടുള്ള റെഫറൻസ് കുറഞ്ഞ് കൺസീക്വൻസിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതാകുമ്പോഴാണ്. കാരണം ഇത് തൊടുന്ന നാളില് അല്ലെങ്കിൽ തിന്നുന്ന നാൾ മരിക്കും എന്ന് ഉള്ള ആ ഭയം ആർക്ക് പോയി? അതിപ്പോ പൊട്ടാസ്യം സയനൈഡ് വെച്ചിട്ട്, സയനൈഡ് അല്ല ഇത് കാരാണോ അല്ലെ സോഡിയം കാർബണേറ്റ് ആണോ എന്നൊരു സംശയമുണ്ട്. അല്ലെ സോഡിയം കാർബണേറ്റ് ആണെന്ന് തോന്നുന്നത്. പക്ഷെ പൊട്ടാസ്യം സയനൈഡ് ആണോ ചെറിയൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ടേസ്റ്റ് ചെയ്യോ? സംശയമുള്ള ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല. ദാറ്റ് മീൻസ് ഭയമുണ്ട്. ഇതെങ്കിലും ബൈ മിസ്റ്റേക്ക് പൊട്ടാസ്യം സയനൈഡ് ആണെങ്കിൽ പിന്നെ ടേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. സെയിം വേ ഇവിടെ ഹവ്വായ്ക്ക് ഇത് തിന്നുന്ന നാൾ മരിക്കും എന്നുള്ള ഭയം ഇല്ലാതായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് ചിന്തിക്കുന്നത് ദൈവവചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്ന അവസ്ഥയിൽ നമ്മൾ പോയാല് നമ്മൾ ഇമ്മീഡിയറ്റ്ലി അതിന്റെ കൺസീക്വൻസ് അറിയുന്നില്ലെങ്കിലും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കം ബിഹൈൻഡ്. നമ്മൾ സഭാപ്രസംഗത്തിൽ വായിക്കുന്നുണ്ട്, പാപത്തിനുള്ള ശിക്ഷാവിധി ദൈവം ക്ഷണത്തിൽ നടപ്പിലാക്കാത്തതുകൊണ്ട് മനുഷ്യരത് സാരമില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ ശിക്ഷാവിധി പിൻപറ്റാതിരിക്കില്ല. നമ്മൾ ചിന്തിച്ചത് പാപം നിങ്ങളെ തെരഞ്ഞു പിടിച്ച്. അപ്പൊ ഇതില് ഈ ഡോക്ട്രിൻ ഓഫ് അപ്പസ്റ്റോൾസിന്ന് നമ്മൾ പോയാൽ, കാരണം നമ്മൾ അറിയേണ്ട വീണ്ടും ചിന്തിക്കാൻ കാരണം ഇന്ന് ഒന്നപ്പെട്ടവർക്ക് അപ്പസ്റ്റോളിക് ഡോക്ട്രിൻസ് അറിയില്ല. 2 അപ്പസ്റ്റോളിക് ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്നില്ല. 3 ആൾക്കാർക്ക് ഇത് താല്പര്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് തെസലോണിക്കക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ 2 തെസലോണിയൻസിലെ, അതുകൊണ്ട് നമ്മൾ ഇതൊരു അല്ലെങ്കിൽ 90 വർഷം നെവർ എൻഡിങ് എറ്റേണിറ്റിയുടെ ഫേറ്റ് തീരുമാനിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ദൈവം ഇത്രയേറെ ഗൗരവം നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് 1-2 വർഷത്തേക്കുള്ള ഒരു തീരുമാനമല്ല. 2 തെസലോണിയൻസ് 2 ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ 13 തുടങ്ങി വായിക്കുമ്പോൾ, കർത്താവിന് പ്രിയപ്പെട്ടവരായ സഹോദരരെ, നമ്മൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന് ജീവിതം കൊടുത്തവരെ, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് മാനിക്കും, സ്നേഹിക്കും. നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാ. കർത്താവിന് പ്രിയപ്പെട്ടവരായ സഹോദരരെ, നിങ്ങളെ പ്രതി ദൈവത്തിന് നിരന്തരം സ്തോത്രം അർപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട്, നമുക്കറിയാം ആത്മാവിനാലേ പൗത്രീകരിക്കപ്പെട്ടുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വീണ്ടും ജന്മം നൽകുന്നത്, നമ്മൾ വിശുദ്ധീകരിക്കുന്നത്, ദൈവത്തിന്റെ സഭയിലോട്ട് നമ്മളെ എൻറോൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് സത്യത്തിൽ വിശ്വസിച്ച്, സത്യം ദൈവത്തിന്റെ വചനമാണ്, രക്ഷ പ്രാപിക്കാൻ ആദിയിൽ തന്നെ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. ഇതിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കാളികളാകാൻ നിങ്ങളെ ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ ദൈവം വിളിച്ചു.
അപ്പൊ വി ആർ കോൾഡ് ടു ഇൻഹെറിറ്റ് അല്ലെങ്കിൽ ഷെയർ ദി ഗ്ലോറി ഓഫ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ നിങ്ങളെ ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ ദൈവം വിളിച്ചു. ഇനിയുള്ള ശ്രദ്ധിക്കേണ്ടത്, അതിനാൽ സഹോദരരെ, വാമൊഴിയായോ എഴുത്തുകൾ വഴിയോ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളിൽ മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കുക. അപ്പൊ ഇതില് വാമൊഴിയായിട്ടുള്ളത് നമുക്കില്ല, കാരണം അത് നഷ്ടപ്പെട്ടു പോയി. കാരണം ദൈവം അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസ് പൗലോസിൽ നിന്ന് വാമൊഴിയായിട്ട് കേട്ട ആളാ അല്ലേ? ആ ദൈവത്തിന്റെ സ്കീമും അപ്പസ്തോലന്മാരുടെ ആഗ്രഹം എന്തായിരുന്നു? തിമോത്തിയോസിന്റെ വാമൊഴിയായിട്ട് കേൾക്കുന്നവര് അത് കേട്ടു, അത് അടുത്ത ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ അവർ വിശ്വസ്തരായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിരുന്നെങ്കിൽ അപ്പസ്തോലന്മാരുടെ വാമൊഴിയായിട്ടുണ്ടായിരുന്ന കാര്യം ഇന്ന് നമുക്ക് വാമൊഴിയായിട്ട് ഇവിടെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇല്ല, നഷ്ടപ്പെട്ടു പോയി. അത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. തിമോത്തിയോസിനോട് പറയുന്നത് എന്താ പറയുന്നത്? ഇത് മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ പ്രാപ്തരായ എന്ത് ക്വാളിറ്റി പറയുന്നത്? കണ്ടപ്പോ ദൈവജനം പഠിപ്പിക്കാൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി നമുക്കറിയില്ല എങ്ങനെ ശരിയാകുന്നു. വിശ്വസ്തരെ ഫലമേൽപ്പിക്കണം. അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നവരെയല്ല, കുറയ്ക്കുന്നവരെയല്ല, സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി വചനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുന്നവരെയല്ല, വിശ്വസ്തരെ ഫലമേൽപ്പിക്കണം. അപ്പൊ ഇവിടെ വാമൊഴിയായിട്ടുള്ളത് നമുക്ക് പോയി, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ദൈവത്തിന് അറിയാം മനുഷ്യന്റെ സ്വഭാവം. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട് ഈ മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തപ്പോൾ അതിനുള്ള ആന്റിഡോട്ടും ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു. സെയിം വേ വാമൊഴിയായിട്ടുള്ളത് മുടങ്ങിപ്പോകും. മുടങ്ങിയാൽ ഉള്ള ഓൾട്ടർനേറ്റീവ് ആയിരുന്നു ഈ എഴുതി കിട്ടിയേക്കുന്നത്. വാമൊഴിയായോ എഴുത്തുകൾ വഴിയോ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളിൽ മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കുക. അപ്പൊ നമുക്കിന്ന് മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കേണ്ട പാരമ്പര്യം ഓൺലി റിട്ടൺ തിങ്സ് ആണ്. അത് ഈ സമുദായങ്ങളും പാരമ്പര്യക്കാരും എല്ലാം പഠിപ്പിക്കാറുള്ള ഒരു കാര്യം, പാരമ്പര്യത്തെ മുറുകെ പിടിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഏത് പാരമ്പര്യം? ഈ സഭകളുടെ പാരമ്പര്യമാണോ? ഡെമോണിക് പാരമ്പര്യങ്ങളാണ്? നോ. അപ്പസ്റ്റോലിക് പാരമ്പര്യം, എഴുതി കിട്ടിയേക്കുന്ന പാരമ്പര്യം, ഇതിൽ മുറുകെ പിടിച്ച്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ഡെമോണിക് ഡോക്ട്രിൻ, ഡിസീവിങ് സ്പിരിറ്റ്സ് ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ദി ഓൺലി എസ്കേപ്പ് റൂട്ട് എന്ന് പറയുന്നത് ഈ റിട്ടൺ ഡോക്ട്രിൻസ്. അതിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് അടിയിലോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 3:6 തുടങ്ങി വായിക്കുമ്പോൾ, ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാരമ്പര്യം അനുസരിക്കാത്ത അലസതയിൽ ജീവിക്കുന്ന സഹോദരരിൽ നിന്ന് അകന്നു മാറണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഹോദരരെ നിങ്ങളോട് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഡോക്ടറിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഉണ്ടായിരിക്കണം. തീഷ്ണതയില്ലാത്തവർക്ക് ക്രിസ്ത്യ ജീവിതം ഇമ്പോസിബിളാണ്. ക്രിസ്ത്യ ജീവിതം നമുക്ക് കർത്താവിനെ പിൻപറ്റാൻ പറ്റത്തില്ല. നമ്മൾ ഈ വാഗ്ദത്തം പ്രാപിക്കുന്നതായിട്ടുള്ള ബന്ധത്തില് ഹീബ്രൂസിൽ എഴുതിയേക്കുന്നിടത്ത് അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അല്ല, അവിടെ ഹീബ്രൂസ് 6 അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് മടിയും ഉഴപ്പും ഉള്ളവർക്ക് ഇമ്പോസിബിളാ, ചിന്തിച്ചിട്ട് കാര്യമില്ല. ഹീബ്രൂസ് 6:12 വായിക്കുമ്പോ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശ സുനിശ്ചിതമാക്കുന്നതിൽ അവസാനം വരെ ഇതേ ശുഷ്കാന്തി കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ അലസരാകാതെ നിങ്ങൾ വിശ്വാസത്തിലൂടെയും ക്ഷമയിലൂടെയും വാഗ്ദാനങ്ങൾ അവകാശമാക്കുന്നവരെ അനുകരിക്കണം. ഇപ്പൊ നമ്മുടെ ജീവിതത്തില് അങ്ങനെ നിങ്ങൾ, അതായത് ഇതേ ശുഷ്കാന്തി, ഓരോരുത്തരും പ്രത്യാശ സുനിശ്ചിതമാക്കുന്നതിൽ അവസാനം വരെ ഇതേ ശുഷ്കാന്തി കാണിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഓൾവേസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ പറയുന്നത് നിങ്ങൾ അവസാനം വരെ ഇതേ ശുഷ്കാന്തി കാണിക്കണം. കാരണം ഈ ശുഷ്കാന്തി ഇല്ലാതാക്കുന്ന ഒരു ഫോഴ്സ് ഓൾവേസ് ഇറ്റ് ഈസ് വർക്കിംഗ് അഗൈൻസ്റ്റ്. അതുകൊണ്ട് കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ അലസരാകാതെ നിങ്ങൾ വിശ്വാസത്തിലൂടെയും ക്ഷമയിലൂടെയും വാഗ്ദാനങ്ങൾ അവകാശമാക്കുന്നവരെ അനുകരിക്കണം. അപ്പൊ നമ്മള് നല്ല മാതൃകയുള്ളവരെ അനുകരിക്കണം എന്ന് എഴുതിയേക്കുന്നു, അല്ലാതെ ഇല്ലെന്നല്ല. അലക്സാണ്ടറും ഹ്യൂമനിയോസും വഴിതെറ്റിപ്പോയി. അതുകൊണ്ട് പൗലോസിന്റെ മാതൃകയുണ്ട്, അല്ലെങ്കിൽ പത്രോസിന്റെ മാതൃകയുണ്ട്. അപ്പൊ ഇവിടെ 2 തെസ്സലോനിക്കയിലേക്ക് വരുമ്പോൾ അതിന്റെ 6ാമത്തെ സെന്റൻസിൽ കണ്ടു, അങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാരമ്പര്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ടത്, അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ അല്ലാത്ത ചർച്ചാകട്ടെ, കൂട്ടായ്മയാകട്ടെ, സഭയാകട്ടെ, അവര് ഫുൾ ഗോസ്പൽ
ചർച്ച് എന്നായിരിക്കും ചിലപ്പോൾ പേരിട്ടേക്കുന്നത്. ഇത് ഫുൾ ഗോസ്പൽ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തറിയണം? നമ്മൾ ഫുൾ ഗോസ്പൽ അറിയണം, അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ അറിയണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് ിലൂടെയുള്ള കർത്താവിന്റെ കൽപ്പനയാണ് ഇത്. അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ അല്ലാത്ത അപ്പസ്തോലന്മാരുടെ പഠിപ്പീരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പഠിപ്പീലുകളുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നും സഭകളിൽ നിന്നും ടീച്ചിങ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം എഴുതിയേക്കണം? അതായത് അകന്ന് നിൽക്കണം. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ആരെങ്കിലുമൊക്കെ കൂടെ കൂടി പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് അവിടെ ആൾക്കാരുണ്ട്. അവരേത് ഡോക്ടറിനില്ല? അവർ ഡെമോണിക് ഡോക്ടറിനില്ല. ഓൾറെഡി വേറെ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ പോവാന്ന് പറയുന്ന എല്ലാവരും ഓൾറെഡി ഡെമോണിക് ഡോക്ടറിനില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് ആക്സ് 12 അറിയാവുന്ന സ്ഥലമാണ്. കർത്താവിന്റെ മാർഗത്തിന് അനുസൃതമല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ 12:8 തുടങ്ങി വായിക്കുമ്പോൾ, 19:8 തുടങ്ങി വായിക്കുമ്പോൾ, അയാൾ സിനഗോഗിൽ പ്രവേശിച്ച് 3 മാസത്തേക്ക് സധൈര്യം പ്രസംഗിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുകയും ചെയ്തു. ക്കാരായ ചിലർ വിശ്വസിക്കാതെ കർത്താവിന്റെ വഴിയെക്കുറിച്ച് സഭാ സമൂഹത്തിന്റെ മുമ്പാകെ ദൂഷണം പറഞ്ഞപ്പോൾ അയാൾ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് അവരിൽ നിന്ന് മാറി തുറന്നോസിന്റെ പാഠശാലയിൽ പോയി നിത്യവും സംവാദം നടത്തിക്കൊണ്ടിരുന്നു. ഇത് 2 വത്സരക്കാലം തുടർന്നു. അങ്ങനെ എല്ലാവരും യഹൂദരും ഗ്രീക്കുകാരും കർത്താവിന്റെ വചനം ശ്രവിച്ചു. നോക്ക്, ഇത് അപ്പസ്തോലനായ പൗലോസിന് മാത്രം ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി അല്ല. കാരണം ക്രിസ്തീയ വിശ്വാസത്തില് അപ്പസ്തോലനായിരുന്നു. അറ്റ് ദി സെയിം ടൈം അത് അപ്പസ്തോലിനുള്ള റിക്വയർമെന്റ് നമുക്കുള്ളത് വേറെ എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ വഴിയെ കുറിച്ച് സഭാ സമൂഹത്തിന്റെ മുമ്പാകെ ദൂഷണം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ഗോയിങ് അക്കോർഡിംഗ് ടു അപ്പസ്റ്റോലിക് വേ, അപ്പസ്തോലിക വഴിക്കല്ല പോകുന്നതെന്ന് കണ്ടപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? ഗുഡ് ബൈ. അതെയോ ഇനിയിപ്പോ ഇവിടെ സിനഗോഗിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, കൂടി വരാൻ സ്ഥലമൊന്നുമില്ല. നമ്മുടെ വിശ്വാസമൊക്കെ തന്നെ ഇത് തന്നെ കാത്തു സൂക്ഷിക്കാൻ. നമുക്ക് കല്യാണം നടത്താനോ ശവാടക്ക് നടത്താനോ ഒക്കെ ആണെങ്കിൽ യഹൂദരുടെ സെമിത്തേരി ഉണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം എവിടെ കാത്തു സൂക്ഷിക്കണം? പോലെങ്കിൽ ബൈബിൾ ഒരു വേർഡുണ്ട്, നിന്റെ വിശ്വാസം നിനക്ക് നിന്റെ ദൈവത്തിന്റെ ഇടയിലാണ്. നമ്മൾ അതിന് നടുക്ക് പോയി നിൽക്കുകയാണേലും, അങ്ങനെ ഒരാൾ ഒരിക്കൽ പറഞ്ഞിട്ട്, ഞാൻ കത്തോലിക്ക സഭയിൽ പോയി ഇങ്ങനെ കൈയും കൂട്ടി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഗ്രഹത്തിലേക്ക് അതിലേക്ക് ഒന്നും നോക്കണില്ല, എന്റെ കർത്താവേ എന്ന് മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. 2 ജോണിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലാതെ ഒരുവൻ നിങ്ങളുടെ ഭവനത്തിൽ വന്നാൽ അവൻ സ്വീകരിക്കരുത്, അവനെ സ്വീകരിക്കുന്നവൻ അവന്റെ പാപത്തിൽ പങ്കാളിയാകുന്നു. കത്തോലിക്ക സഭയുടെ നടുക്ക് നിൽക്കുന്നവൻ നേരിട്ട് വിളിച്ചാലും യു ആർ വൺ അമോങ്സ് ദാറ്റ്. സെയിം വേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസിന്റെ ഇതാണ് അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ. അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ എന്ന് പറഞ്ഞ് കുറെ എഴുതി വെച്ചിരിക്കുന്ന മാനസാന്തര സ്നാനം, വീണ്ടും ജനന, അഭിഷേകം, മരണം, ഇതൊന്നും അല്ല. ദെയർ ലൈഫ് ഈസ് ദി ഡോക്ട്രിൻ. നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്, അവന്റെ ജീവനായിരുന്നു വെളിച്ചം, അല്ലെ അവന്റെ ലൈഫായിരുന്നു, ഹിസ് ലൈഫ് വാസ് ദി ലൈറ്റ്. സെയിം വേ ഇവിടെ അപ്പസ്തോലിക ടീച്ചിങ് അനുസരിച്ചല്ല പോകുന്നതെന്ന് കണ്ടപ്പോൾ എത്ര പേര് കൂടെ ഉണ്ടെന്ന് നോക്കിയോ? ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്നാൽ കടുംപിടുത്തക്കാരായ ചിലർ വിശ്വസിക്കാതെ കർത്താവിന്റെ വഴിയെക്കുറിച്ച് സഭാ സമൂഹത്തിന് മുമ്പാകെ ദൂഷണം പറഞ്ഞപ്പോൾ അയാൾ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് അവരിൽ നിന്ന് മാറി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പസ്റ്റോലിക് ഡോക്ട്രിനിൽ ഇവിടെ തെസലോണിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ഈ ഡോക്ട്രിൻ അല്ലാത്ത ജീവിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യണമെന്നാ? അകന്നു മാറണം. അപ്പൊ ഇതിനൊക്കെ ഒരു തീഷ്ണത ഇല്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ട് ഇത് പറ്റില്ല. അതുകൊണ്ടാണ് അലസരാകാതെ തീഷ്ണത ഇല്ലാത്തവർക്ക് ക്രിസ്ത്യ ജീവിതം പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഇതൊരു വാർഫെയറാ. അല്ലെ, ഇത് പലർക്കും ഇഷ്ടപ്പെടില്ല, അപ്പന് ഇഷ്ടപ്പെടില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ സമൂഹത്തിന് ഇഷ്ടപ്പെടില്ല. ബട്ട് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവനെ കർത്താവിന്റെ അടുത്ത് എത്തിപ്പെടുകയുള്ളൂ. കാരണം ഇത് വർത്ത് സഫറിങ് ആണ്. അല്ലെങ്കിൽ 70, 80, മാക്സിമം 100 വർഷത്തെ ജീവിതം ഒരിക്കലും അവസാനിക്കാത്ത എറ്റേണിറ്റി. നമുക്കറിയാം, മനുഷ്യനെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് മനുഷ്യന് അവസാനമില്ല. ഒരു ജന്മം കിട്ടിയാൽ അവന് അവസാനമില്ല. അപ്പൊ ഇത് നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്ന സത്യമാണെന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് അത് തന്നെയല്ലോ. നമ്മൾ ലോകത്തിലേക്കൊന്ന് നോക്കിയാൽ എല്ലാ മതങ്ങളും അല്ലെ എല്ലാ ഹ്യൂമാനിറ്റി എവിടെ എടുത്താലും ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പലരുടെ വിശ്വാസത്തിലുള്ള വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ബട്ട് അവസാനിക്കുന്നില്ല. കൊറിന്തോസുകാരുടെ ഇടയിലുണ്ടായിരുന്ന ജാതികള് മരിച്ചവർക്ക് വേണ്ടി അവർ സ്നാനം ഏറ്റിരുന്നു, അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട്
പൂജകള്, ബലികളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ മരണത്തോടു കൂടി നമ്മുടെ ജീവിതം തീരില്ല. ദർ ഇസ് എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. മരിച്ചു കഴിഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ അതിനെ നിസ്സാരമായിട്ട് എടുത്താല് നിത്യത മുഴുവൻ നമ്മൾ വായിക്കുന്ന കർത്താവ് പറഞ്ഞ പോലെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ ചെന്നപ്പെടും. അപ്പൊ ഇവിടെ അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ അത് ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറണം. ദെൻ പൗലോസ് പറഞ്ഞു ഞങ്ങളുടെ ജീവിതം മുഖാന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ? അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ എഴുതപ്പെട്ടതിന് വാട്ട് ഈസ് ദി സപ്പോർട്ടിങ് സ്ക്രിപ്ചർ എന്ന് ചോദിച്ചാല് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സ്ക്രിപ്ചർ ഇല്ലാത്ത ഒരു പ്രാക്ടീസ് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് മാറ്റി കളയാന്നുള്ളതേ ഉള്ളൂ. സപ്പോർട്ട് ഇല്ലാത്ത ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാകാൻ പാടില്ല. പൗലോസ് പറഞ്ഞു ഞങ്ങളുടെ ജീവിത മുഖാന്തരമായിട്ട് ഡോണ്ട് ഗോ ബിയോണ്ട് വാട്ട് ഈസ് റിട്ടൺ എന്നുള്ള കാര്യം ഞാനും ബർണബാസും കാണിച്ചു, അപ്പോളോസും കാണിച്ചു. അപ്പൊ ഇതിൽ നമ്മളെ സംബന്ധിച്ച് പിശാചിന്റെ സ്കീമുകളെ കുറിച്ച് റിപ്പീറ്റ് ചെയ്യുക. പിശാചിന്റെ സ്കീം പ്രൈമർലി അറ്റാക്ക് ടുവേർഡ്സ് വേർഡ് ഓഫ് ഗോഡ്. വേർഡ് ഓഫ് ഗോഡിനെ കുറിച്ച് നമുക്ക് അപ്പസ്റ്റോളിക് ഡോക്ടറിനെ കുറിച്ച് നല്ല അറിവില്ലെങ്കിൽ ഈ ഡെമോണിക് ഡോക്ട്രിൻസ് വന്നു കയറും. ഈ ഡെമോണിക് ഡോക്ട്രിൻസ് ഒരിക്കലും ഡെമോണിക് ഡോക്ട്രിൻസ് ആണെന്ന് പറഞ്ഞായിരിക്കില്ല വരുന്നത്. ഓൾമോസ്റ്റ് എങ്ങനെയായിരിക്കും? ലുക്ഡ് എലൈക്ക് ആയിരിക്കും. യേശുക്രിസ്തു ദൈവം അല്ലാന്നും പറഞ്ഞായിരിക്കും ഡെമോണിക് ഡോക്ട്രിൻ? നോ, യേശുക്രിസ്തു ദൈവമാണെന്നും പറഞ്ഞായിരിക്കും. യേശുക്രിസ്തുവിന്റെ നമ്മൾ വായിക്കുന്നുണ്ട് സെക്കൻഡ് കൊറിന്ത്യൻസിൽ വായിക്കുന്നുണ്ട് മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷം, മറ്റൊരു സ്പിരിറ്റ്. അപ്പൊ ഇതിനകത്തൊരു ചെറിയ വ്യത്യാസം കാണത്തുള്ളൂ. ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ ആക്രൂസിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഗലേഷ്യൻസിൽ പൗലോസ് പറയുന്നത് അവന്റെ സന്തതികൾക്ക് എന്നല്ല സന്തതിക്ക് എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് വിവക്ഷ ക്രിസ്തുവാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വള്ളി പുള്ളിക്ക് മാറ്റം വരില്ല എന്ന് കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ അതായത് ഇതിന്റെ ഒരു വള്ളി പുള്ളിക്ക് മാറ്റം വരില്ല. കാരണം ഈ യഹൂദർ ഇതിന്റെ കോപ്പി എഴുതുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സെക്കുലർ വേൾഡില്. അതായത് ഒരു തുകൽ ചുരുളിന്റെ ഒരു മൂലയ്ക്ക് നിന്ന് എഴുതി അതിന്റെ സ്പേസിങ് വരെ കറക്റ്റായിട്ട് എഴുതി അവസാനം കുറച്ച് സ്ഥലം ബാക്കി വന്നാൽ അവരെന്ത് ചെയ്യും? കത്തിച്ചു കളയും. കാരണം അത് കറക്റ്റ് അല്ല. ദെൻ കുറച്ചുകൂടെ എഴുതാനുണ്ട്, തുകൽ ചുരുളിന്റെ ബോട്ടത്തിൽ എത്തിയിട്ടും കുറച്ചുകൂടെ എഴുതാനുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അതും കത്തിച്ചു കളയും. കാരണം അത്ര ആക്യുറേറ്റ്ലി ട്രാൻസ്മിറ്റഡ് ആ ദൈവത്തിന്റെ വചനം. അതായത് സ്റ്റാർട്ട് ചെയ്ത് സെയിം ഡയമെൻഷൻ ഉള്ള തുകൽ ചുരുളിലെ സെയിം സ്പേസിങ്ങിൽ എഴുതി സെയിം സ്ഥലത്ത്. അതുകൊണ്ടാണ് ആ വള്ളി പുള്ളിക്ക് അവർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് കർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത് ഇതിന്റെ വള്ളി പുള്ളിക്ക് മാറ്റം വരില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം പിശാചിന്റെ പ്രൈമറി അറ്റാക്ക് ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി വേർഡ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് രക്ഷപ്പെടാനുള്ള കാര്യം വി ആർ ടു നോ ദി അപ്പസ്റ്റോലിക് ഡോക്ട്രിൻ ആക്യുറേറ്റ്ലി. രണ്ടാമത് പിശാചിന്റെ സ്കീമിനെ കുറിച്ച് എഴുതിയേക്കുന്നിടത്ത് ഈ 1 Thessalonians 2:18 എടുക്കുമ്പോൾ വായിക്കാം. 1 Thessalonians 2:18. വരാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായി. ഞാൻ പൗലോസ് പലതവണ പരിശ്രമിച്ചു, പക്ഷെ സാത്താൻ തടസ്സം സൃഷ്ടിച്ചു. പിശാചിന്റെ സ്കീമുകളിൽ അല്ലെ പിശാചിന്റെ സ്കീമുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാ പൗലോസ് പോകുന്ന തെസ്സലോണിക്കയിലേക്ക് അല്ലെ. തെസ്സലോണിക്കക്കാരുടെ അടുത്തേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുക. ഇത് അപ്പസ്തലനായ പൗലോസ് ആണെന്ന് ഓർക്കണം. പൗലോസ് നമ്മൾ മനുഷ്യനാണ് അല്ലെന്നല്ല. അറ്റ് ദി സെയിം ടൈം പൗലോസിന്റെ കമ്മിറ്റ്മെന്റും പൗലോസിന്റെ സമർപ്പണവും പൗലോസിന്റെ ജീവിത ലക്ഷ്യവും തിമോത്തിയോസിനോട് പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അതായത് അതെ, ആരിൽ നിന്നാണ് നീ ഇത് പഠിച്ചത് എന്ന് ഓർത്ത് നീ പഠിച്ചവയിൽ തുടരുക. എന്നിട്ട് ചലഞ്ച് ചെയ്ത് കർത്താവ് പറഞ്ഞു എന്നിൽ പാപം ആരോപിക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചേക്കുന്ന പോലെ തന്നെ തിമോത്തിയോസിനോട് സെക്കൻഡ് തിമോത്തി എടുക്കുമ്പോൾ അന്ന് വായിക്കുമ്പോൾ 3 കാരണം ഈ സാത്താൻ തടസ്സം സൃഷ്ടിച്ചത് ആരെയാണെന്നൊന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മുടെ സ്കീമുകളെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ട്. അതിന്റെ 10 തുടങ്ങി വായിക്കുമ്പോൾ 2 തിമോത്തി 3:10 തുടങ്ങി വായിക്കുമ്പോൾ എന്റെ പ്രബോധനവും പെരുമാറ്റവും ജീവിത ലക്ഷ്യവും എന്റെ വിശ്വാസവും എന്റെ ക്ഷമയും എന്റെ സ്നേഹവും എന്റെ അചഞ്ചലതയും ഞാൻ സഹിച്ച പീഡകളും കഷ്ടതകളും അന്ത്യോക്യയിലും ഇക്കോണിയയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ചവയും ഞാൻ സഹിച്ച എല്ലാ മർദ്ദനങ്ങളും നിനക്ക് അടുത്തറിയാമല്ലോ. എന്നിട്ടും അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. ക്രിസ്തു യേശുവിൽ. അതെ, അപ്പൊ ഇതില് പൗലോസ് പറഞ്ഞേക്കുന്നത് എന്റെ പ്രബോധനം,
പെരുമാറ്റം, ജീവിത ലക്ഷ്യം, വിശ്വാസം, ക്ഷമ, സ്നേഹം, അചഞ്ചലത, ഞാൻ സഹിച്ച പീഡകളും കഷ്ടതകളും അന്ത്യോക്യയിലും ഇക്കോണിയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ചവയും. ലുസ്ത്രയിലൊക്കെ സംഭവിച്ച് നമ്മൾ ചിന്തിച്ചതാ, കല്ലുകൊണ്ട് എറിഞ്ഞ് മരിച്ചു എന്ന് വിചാരിച്ചിട്ടിട്ട് പോയതാ. അത് സംഭവിച്ചവയും ഞാൻ സഹിച്ച എല്ലാ മർദ്ദനങ്ങളും നിനക്ക് അടുത്തറിയാമല്ലോ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഒരു നല്ല ലക്ഷ്യത്തെ ആര് സ്റ്റോപ്പ് ചെയ്തു? പിശാച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഈ ഫസ്റ്റ് തെസ്സലോനിയൻസ് എടുക്കുമ്പോൾ അതിന്റെ 2-ന്റെ അതപ്പോൾ നമ്മൾ ചിന്തിച്ചത്. അപ്പൊ പിശാചിന്റെ സ്കീമുകളാണ്. അപ്പൊ നമ്മളൊരു കാര്യം, ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു, അത് മുടങ്ങുമ്പോൾ ദൈവം മുടക്കിയതാന്ന് വിചാരിക്കരുത്. പിശാചിന്റെ സ്കീമുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. 2:17 തുടങ്ങി വായിക്കുമ്പോൾ, ഫസ്റ്റ് തെസ്സലോനിയൻസ് 2:17 തുടങ്ങി വായിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരരെ, കുറെ കാലം നിങ്ങളിൽ നിന്ന് പിരിഞ്ഞ് മാനസികമായിട്ടല്ല ശാരീരികമായി അകന്നു കഴിയേണ്ടി വന്നപ്പോൾ നിങ്ങളെ മുഖാമുഖം കാണാൻ ഞങ്ങൾ കൊതിച്ചു. കാരണം അവര് സ്നേഹത്താൽ പ്രചോദിതരായിരുന്നു, സ്നേഹിച്ചു. പൗലോസ് അതിനെ കൊതിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പൗലോസിന്റെ ജീവിതത്തിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്രിസ്തുയേശുവിലൂടെയുള്ള ദൈവസ്നേഹം, അല്ല ഈ ദൈവസ്നേഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റൂ? ദൈവം ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റൂ. അല്ലെ ലോകത്തിന്റെ സ്നേഹം ലോകത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇവിടെ പൗലോസ് നിങ്ങളെ കുറെ കാലം നിങ്ങളിൽ നിന്ന് പിരിഞ്ഞപ്പോ, ഇതാണ് റിയലി ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. നമ്മൾ ആഴ്ച കൂടി വരുന്നുണ്ട് എന്തുവേണ്ടി? ആരാധിക്കാൻ വേണ്ടിയാ. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദി. എന്നാല് ഒരാഴ്ച കാണാതിരിക്കുമ്പോ അതിനെക്കുറിച്ച് ഹൃദയത്തിൽ ഒരു ദുഃഖം ഇല്ലെങ്കിൽ കൂട്ടായ്മ വരാതിരിക്കുന്ന നല്ലത്. കാരണം ഇത് സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, സ്നേഹിക്കുന്നവരെ കാണാൻ കൊതി തോന്നാറുണ്ടോ? ഇല്ലയോ? ഉണ്ടോ? അപ്പൊ ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് പള്ളിയിൽ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവരുടെ പള്ളിയിലും പോയിട്ടുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുടെ പള്ളിയിലും പോയിട്ടുണ്ട്. പുറകെ പോയിരുന്നിട്ട് ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെടാതെ ഞാൻ ഈ അടുത്തിടെ ഒരാളോട് സംസാരിച്ചപ്പോൾ, രക്ഷിക്കപ്പെട്ടൊരു സഭയിൽ പോകുന്ന ആളോട് ആ ചർച്ചിലുള്ളവരുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ആൾക്കാരുമായിട്ട് വലിയ പരിചയമില്ല, ആൾക്കാരുമായിട്ട് കൂടുതൽ അടുക്കാൻ പോയ പ്രശ്നം, അതുകൊണ്ട് ആരാധന കഴിഞ്ഞിട്ട് ആരോട് സംസാരിക്കാതെ തിരികെ പോരുന്നു. ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. എന്നാൽ ഇവിടെ പൗലോസ് പറയാണ്, ഇത് പൗലോസിന്റെ സഭയിലെ, അല്ലെ പൗലോസ് സ്ഥാപിച്ച സഭയിലെ, അല്ലെ പൗലോസുമായിട്ട് കൂടിച്ചേരുന്ന സഭയിലെ ആൾക്കാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന, കുറച്ചു കാലം കാണാതിരുന്നപ്പോഴത്തേക്കും അവരെ കാണാൻ കൊതിയായി. മുഖാമുഖം കാണാൻ ഞങ്ങൾ കൊതിച്ചു, ഞങ്ങൾ അതിന് തീവ്രമായി പരിശ്രമിച്ചു. നിങ്ങളുടെ അടുക്കൽ വരാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായി. ഞാൻ പൗലോസ് പലതവണ പരിശ്രമിച്ചു, പക്ഷേ സാത്താൻ തടസ്സം സൃഷ്ടിച്ചു. അപ്പൊ നമ്മള് പിശാചിന്റെ സ്കീമുകളെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മള് നല്ല മോട്ടീവായി, പൗലോസിന് 100% ശുദ്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളും മോട്ടീവുമാണ്, എല്ലാമാണ് ദൈവികമായിട്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആര് സ്റ്റോപ്പ് ചെയ്തു? പിശാച് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ പദ്ധതി ഇടുമ്പോൾ അതിനെ ചെറുക്കാൻ, അല്ലെങ്കിൽ നല്ല ലക്ഷ്യത്തിൽ നമ്മൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പല സാഹചര്യങ്ങളും പിശാച് ഉണ്ടാക്കും. അത് പിശാചിന്റെ സ്കീമാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഡിസേൺമെന്റ് വേണം. അതുകൊണ്ട് 119 സങ്കീർത്തനത്തിന്റെ 101 സെന്റൻസ് വായിക്കുമ്പോ നോക്കിപ്പോ, നിന്റെ വചനം പാലിക്കേണ്ടതിന് എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറുന്നു. അതെ, അതായത് ഈ കർത്താവിന്റെ വചനം പാലിക്കണമെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പ്രിപ്പറേഷൻ ആവശ്യം. അല്ലെങ്കിൽ അവിടെ പറഞ്ഞേക്കുന്നേ, നിന്റെ വചനം പാലിക്കേണ്ടതിന് ഞാൻ എല്ലാ ദുർമാർഗം എന്ന് പറഞ്ഞേക്കുന്നത് വേറെ ദാവീദ് എഴുതിയേക്കുന്നത്, ദാവീദ് വേറെ ഉള്ള ഇമ്മോറൽ മാർഗങ്ങളൊന്നും അല്ല. മീൻസ് കർത്താവുമായിട്ടുള്ള ഇന്റിമസിക്ക്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തടസ്സമുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? ഒഴിഞ്ഞു മാറി. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ. പൗലോസ് ഇവിടെ പറയാം, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയാം. തിമോഥെയോസിനോട് പറയാം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടതാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? ഈ ലോകത്തില് അന്യരും പരദേശികളുമായിട്ട്. അതേസമയം നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളായിട്ട് നമ്മൾ ഈ ലോകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുക. ഇപ്പൊ നമ്മുടെ മോർഗേജ് അടയ്ക്കാനുണ്ട്, അതടയ്ക്കാനുണ്ട്, ഇതടയ്ക്കാനുണ്ട്. ഒരു ദിവസം ജോലിക്ക് പോകാതിരുന്നിട്ട് നാട് ഓടിയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ യു കനോട്ട് ലീവ് ഫോർ ദി ലോർഡ്.
ജീവിക്കാൻ പറ്റില്ല കർത്താവിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ ലോകത്തിലെ സ്വപ്നങ്ങളിലെ ഏറ്റവും ബെയർ മിനിമം റിക്വയർമെന്റില്, അതുകൊണ്ടാണ് നിങ്ങളിൽ വിജ്ഞാനിയായിട്ടുള്ളവൻ ആരുണ്ട് യാക്കോബ് ചോദിക്കുക. വിജ്ഞാനിയായിട്ടുള്ളവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്? ഇത് വിജ്ഞാനത്തിന്റെ സൗമ്യതയിൽ, ഇത് ലോകത്തിന്റെ ബെഡായി കാണിക്കാൻ, ലോകത്തിന്റെ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആയുസ് കാലത്ത് രാപകൽ അധ്വാനിച്ചാലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ആയുസ്സും ആരോഗ്യം എല്ലാവർക്കും വേണ്ടിയായിരിക്കും. ലോകത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ എഴുതിയേക്കുന്ന, ഞാൻ നിന്റെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ ബെയർ മിനിമം കാര്യങ്ങളിൽ ഒതുക്കി എൻ്റെ ടൈം ആൻഡ് എനർജി എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ നോക്ക്, നമ്മളവിടെ യാക്കോബ് പറയാണ്, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുകയും, അതെ, അപ്പൊ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ചു. അപ്പൊ നമ്മുടെ വരുമാനത്തിൽ നിന്ന് അനാഥരെയും വിധവകളെയും സന്ദർശിക്കാൻ ഒന്നുമില്ല. കാരണം $1000 കിട്ടുന്ന ആൾക്ക് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ ഇവിടുത്തെ റീപേയ്മെന്റ് എല്ലാം കൂടെ കൂടി എത്ര ഡോളർ അടയ്ക്കാനുണ്ട്? തിരികെ 1200 അടയ്ക്കാനുണ്ട്. അപ്പൊ അനാഥരെയും വിധവകളെയും എന്ത് ചെയ്യും? അവിടെ യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. അതായത് അനീമിക് ആയിട്ടുള്ള അനാഥനെ കാണുമ്പോൾ പറയും, നല്ല വിറ്റാമിൻ അയൺ ഗുളിക മേടിച്ച് കഴിക്കണം, അല്ലെങ്കിൽ റെഡ് മീറ്റ് വാങ്ങിച്ച് കഴിച്ചാൽ അതിനകത്ത് അയൺ ഉണ്ട്, പിന്നെ സാൽമൺ വാങ്ങിച്ച് കഴിച്ചാൽ ഒമേഗ 3 കിട്ടും. ഈവൻ നമ്മുടെ ഒരു വൈലോപ്പിള്ളിയുടെ ഒരു പാട്ട് 2ലോ 3ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ മാവ് വെട്ടുന്നു, ഒരാള് പഠിച്ചിട്ടില്ലേ? ഒരാൾ വിറക് എടുക്കുന്നു. അപ്പൊ അവസാനം ഈ വായിലിടാൻ വേണ്ടി അരി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ആ കൊച്ചു പറഞ്ഞു, അരി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ മരിക്കില്ലായിരുന്നു. ഇന്നത്തെ വിശ്വാസികള് ഈ ലോകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആരാധനയും ഡാൻസ് കളിയും എല്ലാം കഴിഞ്ഞിട്ട് $1000 കിട്ടുന്നവൻ $1200 ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് പേ ചെയ്തിട്ട് കർത്താവിനെ സേവിക്കാൻ പറ്റുകയേ ഇല്ല. ഇംപോസിബിൾ. അതാ നമ്മൾ വായിച്ച 119 സങ്കീർത്തനത്തിന്റെ 101. ഒന്നോടെ വായിച്ച് ഭഗവത്. നിന്റെ വചനം പാലിക്കേണ്ടതിന് എല്ലാ ദുർമാർഗങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറുന്നു. അതായത് കർത്താവിന്റെ വചനം പാലിക്കണമെങ്കിൽ നമ്മൾ പോകേണ്ട ഒരു വഴി ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ സ്കീം വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ കർത്താവ് പറഞ്ഞേക്കുന്ന അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ലോകത്തിലെ ചെലവുകളെ കുറച്ച്, അതേസമയം നമ്മൾ ഉണ്ണാൻ കൊടുക്കാനും നമ്മുടെ നോക്ക്, ഏതൻ തോട്ടത്തിൽ അവർക്ക് എന്തോ കൊടുത്തു ദൈവം? വസിക്കാനൊരു ഭവനം കൊടുത്തു. അതുകൊണ്ട് ഒന്നുമില്ലാതെ വഴിയേരി കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് മാക്സിമം നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തിട്ട് കർത്താവിന്റെ രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അനാഥരും വിധവകളെയും സന്ദർശിക്കും? നമ്മുടെ വരുമാനത്തേക്ക് കൂടുതൽ നമുക്ക് എക്സ്പെൻസ് ആണെങ്കിൽ ഒന്നും നടക്കില്ല. നിത്യതയിൽ നമുക്ക് ഒന്നും ഉണ്ടാകത്തില്ല. ഈ കൊറിന്ത്യർ ലേഖനത്തില് നമ്മൾ വായിക്കുന്ന പോലെ ചിലപ്പോ ഒരു 3-ാം അധ്യായം റെഫറൻസ് 1 Corinthians 3-ാം അധ്യായത്തിൽ അടിസ്ഥാനമല്ല, ചിലപ്പോ തീരോടെ എങ്ങാൻ രക്ഷപ്പെട്ടു എഴിഞ്ഞ് വലിഞ്ഞ് കയറിപ്പെട്ടെങ്കിലും ഉള്ളൂ. കത്താൻ തന്നെ ഒന്നുമില്ല. അവിടെ പറഞ്ഞേക്കുന്നത് പുല്ലും വൈക്കോലും എല്ലാം കത്തി പോകുന്നത്. ഇത് പുല്ലുമില്ല, വൈക്കോലും ഇല്ല, ഒരു സാധനം ഇല്ല, കത്താനൊന്നും ഇല്ല. പക്ഷെ എങ്ങനെ കയറി പോകും? തീയിലൂടെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ പിൻപറ്റണമെങ്കിൽ യു ഹാവ് ടു പ്ലാൻ, സ്കീം ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിന്. അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചാൽ നമുക്ക് കർത്താവിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയവും എനർജിയും കുടുംബവും എല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ പറ്റും. വീടിന്റെ മുമ്പിൽ ഈ ഭവനത്തിന്റെ നാഥൻ കർത്താവായ യേശു ക്രിസ്തു എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ബാനർ ഒട്ടിച്ചിട്ടും കാര്യമില്ല. അറ്റ് ദി സെയിം ടൈം അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചത്, ഇത്രയേറെ നല്ല ലക്ഷ്യത്തോടെ പോയിക്കൊണ്ടിരുന്ന പൗലോസിന്റെ സ്കീമിനെ ആര് മുടക്കി? പിശാച് മുടക്കി. പിശാചിന്റെ സ്കീമുകളെ കുറിച്ച് നമ്മൾ നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുക. നമ്മൾ വിചാരിക്കും, അത് നടന്നില്ലെങ്കിൽ പെട്ടെന്ന് എന്ത് വിചാരിക്കും? ദൈവം അനുവദിച്ചില്ല എന്ന് പറയുന്നത് ഇൻ എ വേ ഇറ്റ് ഈസ് ട്രൂ. അറ്റ് ദി സെയിം ടൈം മുടക്കിയ ആളാരായിരിക്കും? പിശാചായിരിക്കും. പിശാച് ഇത് ഇത്തിരിയോടെ അടിയിലോട്ട് നമ്മൾ ചെകഞ്ഞ് നോക്കുമ്പോൾ പിശാചാണ് മുടക്കിയത്. പിശാച് മുടക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ദൈവത്തിന്റെ അനുവാദം ഇല്ല. അത് പിശാച് ഒരു യൂസ്ലെസ് ക്രീച്ചറാണ്, പഠിക്കില്ല. അറ്റ് ദി സെയിം ടൈം ദൈവം നുണ പറയത്തില്ല. ഇപ്പൊ നമ്മൾ വായിച്ചു, റെവലേഷൻ 12 വായിച്ചു, രാപകൽ സഹോദര സമൂഹങ്ങളെ അക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ കുറിച്ച് പിശാച് നുണ പറയില്ല, അതറിയാം. പിശാച് നുണ പറയിപ്പിക്കുള്ളൂ, പിശാച് നുണ പറയില്ല. പിശാചിന് ദൈവത്തിന്റെ അടുത്ത് നുണ പറയാൻ പറ്റുമോ? അല്ല, ഇതിപ്പോ ഞാൻ സ്ക്രിപ്ചർ കോട്ട് ചെയ്ത് പറയുന്നല്ല. അവൻ നുണയനും നുണയുടെ പിതാവ്. ഈ മനുഷ്യന്റെ അടുത്ത് തന്നെ നുണ പറയും, പക്ഷെ ദൈവത്തിന്റെ അടുത്ത് നുണ പറയാൻ പറ്റുമോ പിശാചിന്? പറ്റുമോ? ഒന്ന് ആലോചിച്ചു. പറ്റുമോ? ഇമ്പോസിബിൾ. അപ്പൊ ഈ അക്യൂസ് ചെയ്യുമ്പോ
അതിനകത്ത് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എഫ് എസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പിശാചിന് അവസരം ഈ പിശാചിന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ പിശാജ് അത് ഉപയോഗിക്കും. അപ്പൊ നമ്മളിവിടെ ചിന്തിച്ചത് പിശാജിന്റെ സ്കീംസിൽ ഒന്ന്, നമ്മുടെ നല്ല സ്കീമുകൾ പിശാജ് മുടക്കും. അത് അങ്ങനെ മുടക്കുന്നു എങ്കിൽ അതിനെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഡിസൈൻമെന്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലേ സാധിക്കൂ. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ആ സ്കീം മുടക്കുന്നതിന്റെ ഒരു എക്സാമ്പിളോടെ ഡാനിയൽ 10 അതിന്റെ 12 തുടങ്ങി വായിക്കുമ്പോൾ അപ്പോ ഇങ്ങനെ വായിക്കും: ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ കാര്യം ഗ്രഹിക്കാൻ മനസ്സ് വെച്ച് നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ സ്വയം താഴ്ത്തിയ ആദ്യ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നല്ല ലക്ഷ്യത്തോടെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ കാര്യം ഗ്രഹിക്കാൻ മനസ്സ് വെച്ച്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാര്യം ഗ്രഹിക്കാൻ മനസ്സ് വെച്ചായിരിക്കില്ല ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നത്. കാര്യം ഗ്രഹിക്കാൻ മനസ്സ് വയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവം മനസ്സിലാക്കി തന്നാൽ അനുസരിക്കാന്ന വാക്കിന്റെ അർത്ഥം അല്ലേ? അപ്പൊ കാര്യം ഗ്രഹിക്കാൻ മനസ്സ് വെച്ച് എന്ത് ചെയ്തപ്പോഴാ? നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ സ്വയം താഴ്ന്നു. നോക്ക്, ദൈവത്തിന്റെ മുമ്പിൽ ഉള്ള ഏറ്റവും വലിയ നമുക്കുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം സ്വയം താഴ്ത്താത്തതാണ്. കാരണം അഹങ്കാരികൾ ദൈവം എതിർക്കും. ദൈവം നമ്മുടെ ശത്രുവായി തീരും നമ്മളുടെ അഹങ്കാരമാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ സന്നിധിയില് ദാനിയേല് സ്വയം താഴ്ത്തിയ ആദ്യ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നു. അതിനാലാണ് ഞാൻ വന്നെത്തിയിരിക്കുന്നത്. പേർഷ്യ രാജ്യത്തിന്റെ പ്രഭുവായ മാലാഖ. പേർഷ്യ രാജ്യത്തിന്റെ പ്രഭുവായ മാലാഖ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മാലാഖയാണോ പിശാചാണോ? പിശാച. കാരണം ഓരോ രാജ്യത്തിന്റെ മേലും പിശാചിന് മാലാഖമാരുണ്ട്. ഇന്ത്യയുടെ മേലൊരാളുണ്ട്, പിന്നെ സ്റ്റേറ്റുകളുടെ മേലുണ്ട്, കേരളത്തിന്റെ മേലുണ്ട്, തമിഴ്നാടിന്റെ മേലുണ്ട്. നോർമലി ആ പിശാചിന്റെ ക്യാരക്ടർ അവിടുത്തെ മനുഷ്യരിൽ വെളിപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ആൾക്കാരുടെ ക്യാരക്ടർ ആയിരിക്കില്ല മലയാളികളുടെ ക്യാരക്ടർ ആയിരിക്കില്ല. പിന്നെ ഈ സഭകളുടെ മേൽ പിശാചുണ്ട്. യാക്കോബ സഭയ്ക്ക് ഒരു പിശാചുണ്ട്, കത്തോലിക്ക സഭയ്ക്ക് ഒരു പിശാചുണ്ട്, മർത്തോമ സഭയ്ക്ക് ഒരു പിശാചുണ്ട്. അതുകൊണ്ട് ആ സഭയിലെ ആൾക്കാർക്ക് ഒരു ക്യാരക്ടർ ഡിഫറൻസ് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. യാക്കോബക്കാരനും കത്തോലിക്കനും തമ്മിൽ വ്യത്യാസം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പെണ്ണുങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. യാക്കോബ പെണ്ണുങ്ങളും കത്തോലിക്ക പെണ്ണുങ്ങളുമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം ഇവരൊക്കെ പിശാച് പിടിച്ചു വെച്ചേക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിടിച്ചാൽ എങ്ങനെ തീരും? അതിലേക്ക് ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ടിരിക്കും കർത്താവിന്റെ സ്വഭാവത്തിലേക്ക്. അപ്പൊ ഇവിടെ പേർഷ്യ രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുമ്പോൾ പേർഷ്യ രാജ്യത്തിന് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളുടെ മേലുണ്ട്, സ്റ്റേറ്റുകളുടെ മേലുണ്ട്, ഈ ഡെമോണിക് ചർച്ചസിന്റെ മേലുണ്ട്. ഇതൊക്കെ ഈ ഇന്നത്തെ സഭകളെല്ലാം പിശാച് പിടിച്ച് കസ്റ്റഡി വെച്ചേക്കുന്ന സഭകളാണ്. കാണാൻ പാടില്ല. പുണ്യാളന്മാരെ ആരാധിച്ച് മന്ത്രവാദികളായിട്ടുള്ള ബിഷപ്പ് മന്ത്രവാദികളുടെ ലുക്കിലുള്ള താടിയും നീട്ടി തലേ വാടിയും വടിയും പിടിച്ച് തലയില് തൊപ്പിയല്ല, തലയിൽ എന്താ പറയുന്നത്, ഇതൊക്കെ നീണ്ട എന്തോ സാധനം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും ദൈവമായിട്ടൊരു ബന്ധം ഇല്ല എന്നുള്ളത് അപ്പസ്തോലിക് ഡോക്ട്രിനാണ്. അപ്പസ്തോലനായ പൗലോസിനേക്കാൾ വലിയ ഒരു ബിഷപ്പും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അപ്പസ്തോലനായ പൗലോസ് നീണ്ട ഉടുപ്പിട്ട് തലയിൽ ഈ സാധനമൊക്കെ ഇട്ട് വടിയും പിടിച്ചാണ് നടന്നത്. ചിന്തിക്കാൻ പറ്റും നമുക്ക്. ഇതൊന്നും കണ്ടാലും നമുക്ക് ഒരു ബേണിംഗ് പാഷൻ ഇല്ല. കർത്താവിന് ഈ ദേവാലയത്തിൽ ക്രയവിക്രയം നടത്തുന്നത് കണ്ടപ്പോ നിന്റെ ദേവാലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ നമുക്ക് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? അവരെങ്ങനെയാണ്, അങ്ങേര് പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഒരു തിരുമേനിയായി അല്ലെങ്കിൽ ബിഷപ്പായി, ഇപ്പൊ അങ്ങനെ പോകും. നമുക്കിപ്പോ എല്ലാവരും അങ്ങനെ, അതുകൊണ്ട് ഒരു ബിഷപ്പില്ല. കർത്താവിന്റെ നാമത്തില് കച്ചവടം നടത്തുന്നുണ്ട്, നമുക്കൊരു ഫീലിംഗ് ഉണ്ടോ? ഒരു ഫീലിംഗും ഇല്ല. കർത്താവിന്റെ നാമത്തിൽ, ദൈവനാമത്തില് ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്തവരെ കണ്ടപ്പോ കർത്താവിന്റെ എന്താ പറയുന്നത്, ഈ പാഷനേറ്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം. കർത്താവ് ഒരു ചാട്ട ഉണ്ടാക്കി, ചാട്ടവാറ് കൊണ്ട് അവരെ അവിടുന്ന് എല്ലാം അടിച്ചു പുറത്താക്കി. നമുക്കിന്ന് കർത്താവിന്റെ നാമത്തില് പൈസ ഉണ്ടാക്കുന്നവരെ കണ്ട എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? ദേ ആർ ഓൾ ഹൈലി റെസ്പെക്റ്റഡ് ഇൻ ദി സൊസൈറ്റി. അത് കർത്താവിന്റെ നാമത്തില് പൈസ ഉണ്ടാക്കുന്നവരോട് നമുക്കൊരു പുച്ഛമാണോ? അല്ലെങ്കിൽ അവരെ കുറിച്ച് നമുക്കൊരു ബേണിംഗ് പാഷനാണോ? നമുക്ക് പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ പറയാറുണ്ട്, എന്താ പണത്തിന് മേൽ പരുന്ത് പറക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ പണക്കാരായിട്ടുള്ള സുവിശേഷകര് കർത്താവിന് വിറ്റിട്ടാണേലും കർത്താവിന് മോഷ്ടിച്ചിട്ടാണേലും ഡെമോണിക് ഡോക്ടറിൻ പഠിപ്പിച്ചിട്ടാണേലും നോബഡി ഈസ് ബോതേർഡ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത്, അപ്പൊ ഇതെല്ലാം ഒരു സ്പിരിറ്റ് കൊണ്ടുവരുന്നതാണ്. ഡെമോണിക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ക്യാരക്ടറുകളാണ്. നമുക്ക് ക്യാരക്ടർ ഇമ്പാർട്ട് ചെയ്യുന്നുള്ളതിന്റെ തെളിവ്, പിശാചി ക്യാരക്ടർ ഇമ്പാർട്ട് ചെയ്യുന്നുള്ളതിന്റെ തെളിവ് നോക്കി. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് 11-14 വായിക്കുമ്പോ പൗന്ന് വായിക്കും. ഒരിക്കൽ അവൻ ഊമനായ ഒരു പിശാചിനെ ഒഴിപ്പിക്കുകയായിരുന്നു. പിശാചി മിണ്ടാത്ത ആളായിരുന്നു.
അപ്പൊ അവൻ ഊമനായ ഒരു പിശാചിനെ ഒഴിപ്പിക്കുകയായിരുന്നു. പിശാച് പുറത്തു കടന്നപ്പോൾ ആ ഊമൻ സംസാരിച്ചു. അതെയോ ENT സ്പെഷ്യലിസ്റ്റ് ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ്? അല്ല, ആ പിശാജ് പുറത്തു കടന്നപ്പോ അപ്പൊ പിശാജ് മൂകനായിട്ടല്ല, ആണോ? പിശാജ് ഇമ്പാർട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ്. ആ പിശാജ് കയറിയിട്ടുള്ള മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റില്ല? സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഓരോ ഈവിൾ ക്യാരക്ടറിന്റെ പിന്നിലും അതുകൊണ്ടാണ് നമുക്ക് ഈ പല ജാതീയ വിശ്വാസങ്ങളിലും അങ്ങനെയുള്ള ഇതുണ്ട്. ഇപ്പം നമുക്ക് കാമദേവൻ എന്ന് പറഞ്ഞൊരു ദേവനില്ലേ? കാമദേവൻ കയറിയ പ്രശ്നം എന്താ? പ്രേമം. ജോലി പറഞ്ഞ് കറക്റ്റ് ആയി ചിരിക്കാനൊന്നുമില്ല. കാമദേവന്റെ പിടിപ്പെട്ടിട്ടുള്ള പലരും ഉണ്ട്, ഇല്ലേ? കറക്റ്റ് വരുമല്ലോ. അകലെ ഇരുന്നിട്ട് ഒരു അമ്പ് വിടും. അമ്പ് കൊണ്ടിട്ടുണ്ടെങ്കിൽ വീണത് തന്നെ. അപ്പൊ കാമദേവൻ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ആ കാമദേവൻ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റിയിലുള്ളവര് അവർക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഭയങ്കര എക്സ്പെർട്ടൈസ് ആയിരിക്കും. ഇതൊക്കെ ഉള്ള കാര്യങ്ങളാ. ഇവിടെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ഗാഠനിദ്രയുടെ ആത്മാവ്. അത് പിടിക്കാറില്ല ആൾക്കാരെ. അതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അനസ്തീഷ്യ കൊടുത്തിട്ടേക്കുന്ന പോലെ അവിടെ കിടക്കും, എഴുന്നേക്കില്ല. ഗാഠനിദ്രയുടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നേ ഊമനായ ഒരു പിശാചിനെ ഒഴിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഇതില് ഇപ്പൊ നമ്മളിവിടെ കണ്ടത് പേർഷ്യ രാജ്യത്തിന്റെ പ്രഭു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിശാചിന് അവസരം കൊടുത്താൽ ഇവന്മാരെല്ലാം കയറി പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ വായിക്കുന്നില്ലേ ഈ മാത്യു ചാപ്റ്റർ 12 12 ബാബു ഒന്ന് വായിക്കാം. 12:43 തുടങ്ങി വായിക്കുമ്പോൾ, ഒരു മനുഷ്യനെ വിട്ടൊഴിഞ്ഞു പോകുന്ന അശുദ്ധാത്മാവ് വിശ്രമം തേടി വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നു, പക്ഷെ അതിന് വിശ്രമം ലഭിക്കുന്നില്ല. അപ്പോൾ അത് പറയുന്നു, വിട്ടൊഴിഞ്ഞു പോകുന്ന വീട്ടിലേക്ക് ഞാൻ മടങ്ങും. മടങ്ങി ചെല്ലുമ്പോൾ അവിടം ആളൊഴിഞ്ഞതും അടിച്ചു വാരിയതും ക്രമപ്പെടുത്തി വെച്ചതുമായി അത് കാണുന്നു. ഉടനെ അത് പോയി തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ കയറി താമസം ഉറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ കഷ്ടതരമായി തീരുന്നു. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. കാരണം ഈ ഈവിൾ ക്യാരക്ടർ എല്ലാം ഇമ്പാർട്ട് ചെയ്യുന്നത് പിശാച. അഡിക്ഷൻ, അല്ലാതെ ഇപ്പൊ ഒരു അഡിക്ഷൻ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസിൽ വായിക്കുന്നുണ്ട്, എ മാൻ ഈസ് എ സ്ലേവ് ടു വാട്ട് എവർ ഹി അഡിക്ട്സ്. മദ്യപാനത്തിന്റെ അഡിക്ഷൻ ഉണ്ട്, കാമദേവന്റെ അഡിക്ഷൻ ഉണ്ട്, വ്യഭിചാരത്തിന്റെ ഭൂതത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ദെൻ മൂകനായിട്ടുള്ള പിശാചിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മൾ കർത്താവിലോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കർത്താവിലേക്ക് വന്നാല്, ക്രിസ്തുയേശുവിന്റെ ആത്മാവ് ഉള്ളിൽ കേറിയാല് അതല്ല, ഇവന്മാരെല്ലാം വിട്ടുപോകും. എന്താ? രക്ഷിക്കപ്പെട്ടവൻ രക്ഷയിൽ വളർച്ച പ്രാപിക്കണം ദൈവം ആഗ്രഹിക്കുന്നില്ല. രക്ഷയിലേക്ക് വളർന്നു വരാൻ വചനം എന്ന മായയില്ലാത്ത പാല് ആഗ്രഹിക്കണം. ദെൻ FAC ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബി ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ നിറവിൽ ജീവിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും നമ്മൾ നിറഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ, നമ്മൾ വീക്കായിട്ട് ജീവിച്ചാൽ ഗ്രാജുവലി എന്ത് പറ്റും? ഈ ഇറങ്ങിപ്പോയാൽ തിരികെ വന്ന് നോക്കും. ഈ മദ്യപാനം നിർത്തിയവര് പിന്നെ മദ്യപാനത്തിലേക്ക് തിരികെ പോകാനുള്ള നല്ല ടെൻഡൻസി ഉണ്ട്. അപ്പൊ തിരികെ വന്ന് ഈ മദ്യപാനത്തിന്റെ സ്പിരിറ്റ്, അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ ഭൂതം, അല്ലെങ്കിൽ ഊമനായിട്ടുള്ള ഭൂതം, അല്ലെങ്കിൽ ഗാഠനിദ്രയുടെ ഭൂതമൊക്കെ ഇറങ്ങിപ്പോയാൽ തിരികെ വന്ന് നോക്കുമ്പോ എങ്ങനെയാ കാണേണ്ടത്? എങ്ങനെയാ? അതായത് ദൈവവചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞ് അവിടെ വേക്കൻസി വെച്ചാല് ഇവനെന്ത് ചെയ്യും? അല്ലാതെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഇവ ഒന്ന് തന്നെ ഇറക്കി വിട്ട ഭവന ഇത്, ഐ എം നോട്ട് ഏബിൾ ടു റെസിസ്റ്റ് അലോൺ. അപ്പൊ എനിക്ക് കൂടുതൽ ശക്തരായിട്ടുള്ള, അങ്ങനെ തന്നെ എഴുതിയേക്കുന്നില്ലേ, കൂടുതൽ ദുഷ്ടരായിട്ടുള്ള, അതായത് മദ്യപാനം വിട്ട ആളാണെങ്കിൽ വീണ്ടും പിശാചിന് കൊടുത്താലും മദ്യപാനത്തിന്റെ കൂടെ അതിനേക്കാൾ ദുഷ്ടനായിട്ടുള്ള കൊലപാതകത്തിന്റെ ആത്മാവും കൂടെ വരും, അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ ആത്മാവും കൂടെ വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂടുതൽ ദുഷ്ടരായിട്ടുള്ള ആത്മാക്കളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് താമസം. അപ്പൊ ആദ്യം ഇല്ലാതിരുന്ന കുറെ പുതിയ ഈവിൾ സ്വഭാവങ്ങളും കൂടെ വരും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവര് വഴിതെറ്റി പോയി കഴിഞ്ഞാല് ആദ്യം ഉണ്ടായിരുന്നേക്കാൾ മോശമായിരിക്കും. പത്രോസ് എഴുതിയ 2 Peter 2 അവരുടെ പിന്നത്തെ സ്ഥിതി, അത് തന്നെ കർത്താവ് പറഞ്ഞ, അവരുടെ പിന്നത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ മോശമായിരിക്കും. പത്രോസ് നോക്കി കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചേക്കുന്നു. 2 Peterന്റെ അതിന്റെ 20 തുടങ്ങി വായിക്കുമ്പോ 19 തുടങ്ങി വായിച്ചു, 18 തുടങ്ങി വായിച്ചു. കാരണം തെറ്റിൽ കഴിയുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരെ. ശ്രദ്ധിക്കണേ, അതായത്
കഷ്ടിച്ച് രക്ഷപ്പെട്ടവരെന്ന് പറയുന്നത് ജസ്റ്റ് അങ്ങ് രക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ളൂ. അത് വളർന്നില്ലെങ്കിൽ ആ കഷ്ടിച്ച് രക്ഷപ്പെട്ട കണ്ടീഷനാണ്. അതായത് അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടീഷനിൽ എത്തിയിട്ടില്ല. തെറ്റിൽ കഴിയുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരെ നിരർത്ഥകമായ വമ്പ് പറഞ്ഞ് ജഡികമായ ഭോഗാസക്തിയിലേക്ക് ഇവർ വശീകരിക്കുന്നു. ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? 2 Peter chapter 2. ആരാ രക്ഷിക്കപ്പെട്ടവരാണ് വശീകരിക്കുന്നത്? 2 Peter chapter 2 ആരാ? കള്ളപ്രവാചകന്മാരെ കുറിച്ച്. അപ്പൊ ഈ കള്ളപ്രവാചകന്മാരുടെ കൂടെ രക്ഷിക്കപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്. കഷ്ടിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ അറിയില്ല ആരാ കള്ളൻ ആരാ വ്യാജൻ എന്നറിയില്ല. കഷ്ടിച്ച് രക്ഷപ്പെട്ടവര് ഇങ്ങനെയുള്ള കൂട്ടത്തിൽ ചെല്ലും, കള്ളപ്രവാചകരെ അടിച്ചു ചെല്ലും. അപ്പൊ അവര് ചെയ്യുന്ന കാര്യം എഴുതിയിരിക്കുന്നത് നിരർത്ഥകമായ വമ്പ് പറഞ്ഞിട്ട് ഞങ്ങൾ അതാണ് ഇതാണ് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കഷ്ടിച്ച് രക്ഷപ്പെട്ടവൻ എങ്ങോട്ട് ആനയിക്കുന്ന എങ്ങോട്ടാ? ജഡികമായ ഭോഗാസക്തിയിലേക്ക് ഇവർ വശീകരിക്കുന്നത്. ജഡികം ലോകത്തിലെ ജഡം മരിക്കുന്ന, രക്ഷിക്കപ്പെടുമ്പോൾ ജഡം മരിക്കുമോ? ഇല്ല. അതേ ജഡത്തിൽ തന്നെ നമ്മൾ ജീവിക്കുന്നത്. ആ ജഡം അതിനകത്തോണ്ട് ജഡത്തിന്റെ ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ആത്മാവിനാൽ ജഡത്തിന്റെ ഇച്ഛകളെ ഹനിക്കുന്നു എങ്കിൽ ജീവിക്കും, ജഡികമായിട്ട് ജീവിച്ചാൽ മരണമാണ്. അപ്പൊ ഈ ജഡികമായിട്ട് ഈ കഷ്ടിച്ച് രക്ഷപ്പെട്ട് വരുന്നവന് അവൻ ഓൾമോസ്റ്റ് എന്താ പറയുന്നത് 100% ജഡിക ഇച്ഛകളാണ്. രക്ഷിക്കപ്പെട്ട് വരുന്നത് തന്നെ ഈ ലോകത്തിലെ കുറെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്, ബെറ്റർ ലൈഫ് ഇവിടെ. അപ്പൊ ഈ ജഡികമായ ഭോഗാസക്തിയിലേക്ക് ഇവർ വശീകരിക്കുന്നു. ഇവർ അവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിയാൽ ഞങ്ങൾ വലിയ ആനയാക്കാം, തലയാക്കാം എന്നൊക്കെ പറഞ്ഞ് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ ഇവർ തന്നെ വിനാശത്തിന്റെ അടിമകളാണ്. അപ്പൊ ഇവര് ഈ പറയുന്ന ആൾക്കാർ യഥാർത്ഥമായിട്ട് കർത്താവിനെ അറിഞ്ഞവരാണെങ്കിൽ കർത്താവിന്റെ മാർഗത്തിലേക്ക് നയിക്കുള്ളൂ. ജഡികമായ ഭോഗാസക്തിയിലേക്ക് ഒരിക്കലും നയിക്കില്ല. അപ്പൊ ഇവർ തന്നെ വിനാശത്തിന്റെ അടിമകളാണ്. ഒരുവനെ എന്ത് കീഴ്പ്പെടുത്തുന്നുവോ അതിന് അടിമയാണ് അയാൾ. നമ്മുടെ കർത്താവിന്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വഴി ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ നിന്ന് രക്ഷപ്പെട്ടവർ തന്നെ വീണ്ടും അതിൽ കുടുങ്ങുന്നു, കീഴടങ്ങുന്നു. ആദ്യത്തേതിനേക്കാൾ കഷ്ടതരമാണ് അവരുടെ ഈ അവസാനത്തെ അവസ്ഥ. അപ്പോൾ ഈ കഷ്ടിച്ച് രക്ഷപ്പെട്ടവര് കള്ളപ്രവാചകന്മാരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? ആദ്യത്തിനേക്കാൾ വളരെ മോശമായിരിക്കും. പക്ഷെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സ്പിരിച്വലി കണ്ടീഷൻസ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല. പല ആൾക്കാരും പിന്മാറിയിട്ടുണ്ടോ എന്ന് പിന്മാറി കഴിയുമ്പോൾ അറിയാൻ പറ്റത്തില്ല. ഞാൻ പിന്മാറിയിട്ടുള്ള പല ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അവര് ഈ ബേസിക് ട്രൂത്ത്സ് ഒന്നും ഡിനൈ ചെയ്യുന്നില്ല. അവർ കർത്താവിനെ വിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നില്ല, ഗീവറിസൂണിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വേറെ ദൈവങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. പ്രാർത്ഥനയൊക്കെ ഇത് തന്നെയാണ്. പക്ഷേ എന്താ പറയുന്നത്, ഈ കർത്താവിനോടുള്ള പാഷൻ പോയി, ചൂട് പോയി, ഉത്സാഹം പോയി. അവർ ഓൾറെഡി പിന്മാറിയവരാ. അപ്പൊ അതില് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വഴി ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ നിന്ന് രക്ഷപ്പെട്ടവർ തന്നെ വീണ്ടും അതിൽ കുടുങ്ങുന്നു, കീഴടങ്ങുന്നു. അപ്പൊ ഈ വിട്ടുപോകുന്ന സ്വഭാവങ്ങളെല്ലാം വീണ്ടും അവരെ കീഴടക്കുന്നു. എന്നിട്ട് പറയണം, ആദ്യത്തേതിനേക്കാൾ കഷ്ടതരമാണ് അവരുടെ ഈ അവസ്ഥ. അവരെ സംബന്ധിച്ചിടത്തോളം ധർമ്മമാർഗം അറിഞ്ഞ ശേഷം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ പ്രമാണങ്ങളിൽ നിന്ന് പിന്തിരിയുന്നതിൽ ഭേദം ആ മാർഗം ഗ്രഹിക്കാതിരിക്കുകയായിരുന്നു. കാരണം ഇതിനകത്ത് ഇത് ഗ്രഹിക്കാതിരുന്ന എന്തെങ്കിലും നന്മയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഇത് ഗ്രഹിച്ചിട്ട് ഇതിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാല് ഈ മനുഷ്യൻ ഗ്രഹിക്കാതിരുന്ന് നരകത്തിൽ ചെല്ലുമ്പോഴുള്ള കണ്ടീഷൻ ഗ്രഹിച്ചിട്ട് നരകത്തിൽ ചെല്ലുമ്പോഴുള്ള കണ്ടീഷനേക്കാൾ വളരെ മോശമായിരിക്കും. തീർച്ചയായിട്ടും ലഭിച്ചവരിൽ നിന്ന് കൂടുതൽ ദൈവം ചോദിക്കും. ആ മാർഗം ഗ്രഹിക്കാതിരിക്കുകയായിരുന്നു. നായി സ്വന്തം ഛർദിയിലേക്ക് തന്നെ തിരിയുന്നു, പന്നിയെ കുളിപ്പിച്ചാലും അത് പിന്നെയും ചെളിയിലേക്ക് ഇടുന്നുള്ളൂ എന്ന പഴമൊഴിയിലെ സത്യം ഇവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായി തീരുന്നു. അപ്പൊ ഇതില് നമ്മൾ ദാനിയേലിന്റെ കാര്യം ചിന്തിച്ച്, അപ്പൊ ഈ ദാനിയേലിന്റെ പേർഷ്യ രാജ്യത്തിന്റെ പ്രഭു തടഞ്ഞു നിർത്തി. എന്തിനു വേണ്ടി തടഞ്ഞു നിർത്തി? അതായത് നീ സ്വയം താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച ദിവസം തന്നെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം എവിടെ നിന്ന് പോന്നു? സ്വർഗത്തിൽ നിന്ന് പോന്നു. പക്ഷെ ഓൺ ദി വേ ഈ ആൻസറുമായിട്ട് വരുന്ന മാലാഖയെ പേർഷ്യൻ രാജ്യത്തിന്റെ മാലാഖ തടഞ്ഞു നിർത്തി. ഇപ്പൊ നമ്മൾ ചിന്തിച്ചത് പൗലോസിന്റെ യാത്രയെ തടഞ്ഞു പിശാച്, ദാനിയേലിനുള്ള ആൻസറുമായിട്ട് വന്ന മാലാഖയെ തടഞ്ഞു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം പിശാചിന്റെ സ്കീംസിനെ കുറിച്ച്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു നല്ല സ്കീം വരുന്നുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ ദാനിയേലിന്റെ കാര്യം ഓൾഡ് ടെസ്റ്റമെന്റ് ആണെന്ന് പറഞ്ഞാല് പൗലോസിന്റെ കാര്യം ഗാഗുൽത്തായിൽ തന്റെ മരണത്താൽ പിശാചിനെ പരാജയപ്പെടുത്തി. ഇറ്റ് ഈസ് ട്രൂ. അറ്റ് ദി സെയിം ടൈം പിശാചിന് കുറെ വർക്കിംഗ് പെർമിഷൻ ഒക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൗലോസിന്റെ കാര്യത്തിൽ എഴുതി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പിശാചിന്റെ സ്കീമുകളിൽ നമുക്ക് നല്ല കാര്യങ്ങൾ, നമ്മൾ ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി
പ്രാർത്ഥിച്ച് ജോലി എബോട്ട് കിട്ടുന്ന സമയത്തായിരിക്കും ജോലിയെ പിശാച് മുടക്കുന്നത്. എപ്പോഴാണ് പിശാച് മുടക്കുന്നത്? എപ്പോഴാണ്? അവസരം കൊടുക്കുമ്പോഴാണ്. കാരണം നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ ദി റാത്ത് ഓഫ് ഗോഡ് ഷാൽ നോട്ട് വർക്ക് ഔട്ട് റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്. അപ്പം ഇതിലെഴുതിയിരിക്കുന്ന മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രാവർത്തികമാക്കില്ല. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി നല്ലൊരു സ്കീം കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യന്റെ കോപം എന്നുള്ളത് ദി സിൻ ഓഫ് ദി പിശാചിന് അവസരം കൊടുത്താല് അത് നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ദൈവത്തിൽ നിന്നൊരു ആൻസർ, ഇപ്പൊ ദാനിയേലിന് ദൈവത്തിൽ നിന്നുള്ള ആൻസർ വന്നു. അഗൈൻ ഗോ ബാക്ക് ടു ഡാനിയൽ 10 എടുക്കുമ്പോൾ, കാരണം പൗലോസിനെ തടഞ്ഞു നിർത്തിയ കാര്യം ചിന്തിച്ചപ്പോൾ അതിന്റെ ഒരു സിമിലർ ഓൾഡ് ടെസ്റ്റമെന്റ് ഇൻസിഡന്റ് നമ്മളെടുത്ത് ദാനിയൽ 10. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എവിടെയൊക്കെ പിശാച് മുടക്കിയിട്ടുണ്ടാവും, എന്തെല്ലാമൊക്കെ നാശം ചെയ്തിട്ടുണ്ടാവും എന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാല് നമുക്ക് കാണാൻ പറ്റും പിശാച് മുടക്കിയ. കാരണം പിശാച് മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളൊരു കാരണം ഉണ്ടാക്കിയിട്ടുണ്ടാവും നാച്ചുറലി. 10ാം അധ്യായത്തില് 12 തുടങ്ങി നമ്മൾ വായിച്ച് 13, മാലാഖ എന്നെ 21 ദിവസം തടഞ്ഞു നിർത്തി. അപ്പൊ 21 ദിവസമാണ് ആര് തടഞ്ഞു നിർത്തിയത്? പേർഷ്യ രാജ്യത്തിന്റെ പ്രഭു. 21 ദിവസം കഴിഞ്ഞപ്പോ എന്നാൽ മുഖ്യപ്രഭുക്കന്മാരിൽ ഒരാളായ മിഖായേൽ എന്റെ സഹായത്തിന് എത്തി. അയാളെ പേർഷ്യ രാജ്യത്തിന്റെ പ്രഭുവിനെ നേരിടാൻ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. നിന്റെ ജനത്തിന് വരും നാളുകളിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. കാരണം വരാനിരിക്കുന്ന നാളുകളിലേക്കുള്ളതാണ് ഈ ദർശനം. അപ്പൊ നമുക്കറിയാം ഈ സമയത്ത് 21 ദിവസം ദാനിയേൽ എന്ത് ചെയ്യുമായിരുന്നു? ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഈ ദാനിയേല് ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ റെസിസ്റ്റൻസിനെ ചെറുത്ത് ദൈവത്തിന്റെ ഒരു മാലാഖ. കാരണം ഇത് എന്താ പറയുന്നത്, പിശാചിന്റെ മാലാഖയും ദൈവത്തിന്റെ മാലാഖയും കൂടെ തമ്മിലുള്ള ഒരു യുദ്ധം റെസ്ലിംഗും ഒന്നും അല്ല. ഇതിന്റെ പിന്നില് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അല്ലാതെ മാലാഖയ്ക്ക് ദൈവത്തിന്റെ ഉത്തരം തടഞ്ഞു നിർത്താനോ പിശാചിനെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിനകത്തെല്ലാം നമ്മുടെ സൈഡിലെ ഫെയിലിയേഴ്സ് ആണ് പിശാചിന് അവസരം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നോക്ക്, കർത്താവിന്റെ ജീവിത എക്സാമ്പിൾ. ഈ ലോകത്തിന്റെ ഭരണാധികാരി വരുന്നു, അവന് എന്റെ മേൽ ജ്ഞാനമില്ല. അപ്പൊ നമ്മളത് ആഗ്രഹിക്കണം. അറ്റ് ദി സെയിം ടൈം നമ്മൾ ആരും അതിൽപ്പെടില്ല. പൗലോസിന്റെ കാര്യം നമ്മൾ വായിക്കുന്നത് അല്ലേ? പത്രോസിന്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസെ സാത്താൻ ഗോതമ്പ് പോലെ പറ്റി കൊഴിക്കാൻ ദൈവത്തിന് പെർമിഷൻ എടുത്തിരിക്കുന്ന പെർമിഷൻ കിട്ടി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറ്റ് ദി സെയിം ടൈം അതുകൊണ്ട് നമ്മൾ ഡിഫീറ്റ് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടവരും അല്ല. അപ്പൊ ഇവിടെ ദാനിയേല് when he was steadfast in his prayer, അതേ പറയാൻ പറ്റും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഒരു ഉപമ പറഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, നമ്മൾ പൊതുവെ ചെയ്യുന്നത് എങ്ങനെയാ? കുറെ കാലമായിട്ട് പ്രാർത്ഥിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ടോപ്പിക്ക് മാറ്റി വേറെ ടോപ്പിക് ആവുന്നു. അതുകൊണ്ട് നമുക്ക് തുടർമാനമായിട്ട് കിട്ടാതിരിക്കുന്നതിന്റെ അർത്ഥം. ഇപ്പൊ ഈ ജോലി പ്രാർത്ഥന വിഷയം പറയാറുണ്ട്, നടുവേദന മാറാനായിട്ട്. നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, നടുവേദന മാറും. പക്ഷെ അല്ലെങ്കിൽ കുറെ ദിവസം കഴിയുമ്പോൾ ആരാ ജോലിനോട് പറഞ്ഞു കേട്ടാ, അപ്പൊ ഇത് 38 വർഷം തളർവാതെ രോഗിയുടെ കേസ് പോലെ ആയിട്ടുണ്ടല്ലോ ഇപ്പോഴും. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മനുഷ്യർ പുച്ഛിക്കും, കളിയാക്കും. അറ്റ് ദി സെയിം ടൈം സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ പ്രെയർ ഉണ്ടെങ്കിൽ, നമ്മൾ ആദ്യം വായിച്ചു അബ്രാഹത്തിന്റെ കാര്യത്തെ കുറിച്ച് വായിച്ചു, അങ്ങനെ അലസരാകാതെ വിശ്വാസത്താലും. അതെ, വിശ്വാസവും ദീർഘക്ഷമയും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം മനുഷ്യന്. ഈ ഹീബ്രൂസ് 10 അവിടെ നമ്മൾ വായിക്കുന്ന 10:35 തുടങ്ങി വായിക്കുമ്പോ നിങ്ങളുടെ ആത്മധൈര്യം വെടിയരുത്, അതിന് വലിയ പ്രതിഫലമുണ്ട്. ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആത്മധൈര്യം വെടിയരുത്. കർത്താവിൽ ആശ്രയം വെക്കുന്നവന് ദൃഢമായ ആത്മവിശ്വാസമുണ്ട്. കർത്താവിൽ ആശ്രയം വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു വീക്കായിട്ടുള്ളൊരു കാര്യമല്ല. കർത്താവിൽ ആശ്രയം വെക്കുന്നതിന് ദൃഢമായ ആത്മവിശ്വാസമുണ്ട്. ബാബു ഒന്ന് വായിച്ചു. നിങ്ങളുടെ ആത്മധൈര്യം വെടിയരുത്, അതിന് വലിയ പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റാനും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പ്രാപിക്കാനും നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. അതെ, വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പ്രാപിക്കണമെങ്കിൽ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോ ഒന്ന് വായിച്ച് രഞ്ജിത്ത്. Therefore do not cast away your confidence, which has great reward, for you have need of endurance, so that after you have done the will of God, you may receive the promise. Endurance. പലപ്പോഴും എൻഡ്യൂറൻസ് ഇല്ലാത്ത പ്രശ്നം. വിശ്വാസാലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദേമാസ് നമുക്ക് 4 മണി വരെ വെള്ളം കോരിയിട്ട് 4 മണിക്ക് കുട ഉടച്ചു. 4 മണിക്ക് കുട ഉടച്ചാലും ഒന്നും കിട്ടില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ
വിശ്വാസം ത്യജിച്ചാൽ അതിനു മുമ്പ് ചെയ്ത നീതി പ്രവൃത്തികൾ ഒന്നും കണക്കിലിടില്ല. അറ്റ് സെയിം ടൈം അവസാനം വരെ മോശമായിട്ട് ജീവിച്ചിട്ട് അവസാനം മാനസാന്തരപ്പെട്ട ദൈവത്തെ അക്സെപ്റ്റ് ചെയ്യും. ദൈവത്തിന്റെ നീതിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഈ നമ്മുടെ ആത്മവിശ്വാസത്തിന് എന്തുണ്ടെന്നാ, വലിയുണ്ടെന്നല്ല, മഹാപ്രതിഫലം. സത്യവേദ ദിവസം വായിക്കും. ഇത്തിരിയുടെ മോർ അക്യുറേറ്റ് അല്ല, ഇത്തിരി ടച്ചിങ് അതൊന്ന് വായിക്കുമോ ഉണ്ടെങ്കിൽ 10:30 ജൂലൈ ഒന്ന് വായിക്കുമോ? ഇങ്ങനെ എഴുതിയിരിക്കുന്ന മഹാപ്രതിഫലമുള്ള. എങ്ങനെ നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ കണ്ടീഷൻ എങ്ങനെയാ? അത് നമ്മൾ വീക്കാണോ? അല്ല, 10:35 10 ഹീബ്രൂസ്. അതെ, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. നമുക്ക് എങ്ങനെ കർത്താവിൽ ധൈര്യമുണ്ടോ? മഹാപ്രതിഫലമുണ്ട്. കർത്താവിൽ കോൺഫിഡൻസ് ഉള്ളവരെ കീഴടക്കാൻ nobody can do any harm. ഈ പ്രൊവേർബ്സ് 14:26 വായിക്കുമ്പോൾ, അതായത് ആത്മവിശ്വാസമുള്ളവന് അല്ല 14:26 കർത്താവിനോട് ഭക്തിയുള്ളവന് ദൃഢമായ ആത്മവിശ്വാസമുണ്ട്. അതെ, കർത്താവിനോട് ഭക്തിയുള്ളവന് ദൃഢമായ ആത്മവിശ്വാസമുണ്ട്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വരയ്ക്കുന്നവനല്ല കർത്താവിനോട്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നറിയില്ല, ബട്ട് കർത്താവ് പ്രവർത്തിക്കും. കർത്താവിൽ മഹാപ്രതിഫലമുള്ള ആത്മവിശ്വാസം. കർത്താവിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, കർത്താവിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല. ഉണ്ടോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, സിംഹത്തിന്റെ വായിൽ നിന്ന് അവൻ എന്നെ രക്ഷിച്ചു, അവൻ ഇനിയും രക്ഷിക്കും. അല്ലാതെ നമ്മളൊരു പ്രശ്നത്തിന്റെ മുമ്പിൽ അവസാനിക്കുന്നവരല്ല. അപ്പൊ ദാനിയേല് when he was steadfast in his prayer, പിശാചിന്റെ തടസ്സം നീങ്ങിപ്പോയി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും ദീർഘക്ഷമയും ഉണ്ടെങ്കിൽ നോ എനിമി ക്യാൻ സ്റ്റാൻഡ് അഗൻസ്റ്റ്. ഒരു രോഗത്തിനോ നാശത്തിനോ ആക്സിഡന്റിനോ അപകടത്തിനോ രോഗത്തിനോ നമ്മുടെ ഞെരുക്കുന്ന സാഹചര്യങ്ങൾക്കോ നമ്മുടെ കഷ്ടതയ്ക്കോ ഒന്നിനും ചെറുത്ത് നിൽക്കാൻ പറ്റത്തില്ല. വിശ്വാസവും ദീർഘക്ഷമയും ഉണ്ടെങ്കിൽ, ദൃഢമായ ആത്മവിശ്വാസമുണ്ട്. കർത്താവിനോട് ഭക്തിയുള്ളവന് അതുപോലെ മഹാപ്രതിഫലമുള്ള ആത്മവിശ്വാസം. അപ്പൊ ഇവിടെ ദാനിയേല് നമുക്ക് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റീസ് ഇൻ ദി ബൈബിൾ. പൗലോസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റി. ഇവർ രണ്ടുപേരും പിശാച് തടഞ്ഞെങ്കിൽ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിനെ ലാഘവബുദ്ധിയോടെ എടുത്ത് നിസ്സാരമായിട്ട് ദൈവത്തിൽ നിന്ന് അറ്റൈൻ ചെയ്യാന്ന് വിചാരിച്ച് നടക്കത്തില്ല. ഇതിന് സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ടുള്ള പ്രയർ ആവശ്യമാണ്, ദൃഢമായിട്ടുള്ള ആത്മവിശ്വാസം ആവശ്യമാണ്. അതായത് ഉത്തരത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. അബ്രാഹത്തിന് 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കിട്ടി. 80 വയസ്സായി കൊച്ചുണ്ടായില്ല, 85 വയസ്സായി കൊച്ചുണ്ടായില്ല, 86 വയസ്സായപ്പോ സാറായ്ക്ക് ഒരു റീതിങ്കിങ് വന്നു. എന്ത് വന്നു? ഇനി ഒരു കൊച്ചിനെ തരാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോ എവിടെന്നെങ്കിലുമൊക്കെ ആയിരിക്കും. പാവം അബ്രാഹം അത് ശരിയാന്ന് അബ്രാഹത്തിന് തോന്നി. ഇല്ലേ? അങ്ങനെ ചിലപ്പോ ചില കേസുണ്ട്. അത് ശരിയാന്ന് തോന്നാൻ കാരണം എന്താ? ജോലി അബ്രാഹത്തിന് പതുക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാറ ഇത്ര വയസ്സായി, ഹാഗാർ ചെറുപ്പക്കാരി പെണ്ണാണ്. അപ്പൊ ചിലപ്പോ ഇനി അങ്ങനെയായിരിക്കും. ഗലാത്യത്തിൽ എഴുതിയിരിക്കുന്ന ജഡത്തിന്റെ സന്തതി ഇഷ്മായേൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു, വെറുതെ അബ്രാഹത്തെ കുറിച്ച് അനാവശ്യം പറയുന്നതല്ല. അപ്പൊ ജഡത്തിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മള് വിശ്വാസത്തോടും ദീർഘക്ഷമയോടും കൂടി ഇരിക്കുമ്പോൾ ആരെങ്കിലും പറയുന്ന അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ അതങ്ങ് വിശ്വസിക്കും. അതോടുകൂടി ആൻസർ അവിടെ അവസാനിക്കും. അതായത് വിശ്വാസത്താലും ദീർഘക്ഷമയോടും കൂടി കാത്തിരുന്നിട്ട് അത് ലഭിക്കാത്ത ഒരു കേസും ബൈബിളിലില്ല. ഒരു കേസും ഇല്ല. അത് വിക്ടറി അല്ലാതെ ഡിഫീറ്റ് വന്നിട്ടില്ല. അബ്രാഹത്തിന്റെ കേസ് എക്സാമ്പിളാണ്. ദെൻ ഇസഹാക്കിന് കുഞ്ഞുണ്ടായിട്ടില്ലായിരുന്നു, കുഞ്ഞുണ്ടായി. യാക്കോബിന് ഉണ്ടായി. എല്ലാ കേസിലും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതൊരു പരാജയത്തിന്റെ മാർഗമേ ഇല്ല ബൈബിളിനകത്ത്. അപ്പൊ മഹാപ്രതിഫലമുള്ള ആത്മധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ദാനിയേലിനെ തടഞ്ഞു നിർത്തി. അപ്പൊ പിശാചിന്റെ സ്കീമാണ്. ദാനിയേലിനെ തടഞ്ഞു നിർത്തി, പൗലോസിനെ തടഞ്ഞു നിർത്തിയെങ്കിൽ നമ്മുടെ പല പരിപാടികളും പിശാച് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആത്മപരിശോധന നടത്തിയിട്ട് വിശ്വാസത്താലും ദീർഘക്ഷമയാലും തുടർന്നാല് വൺ സ്റ്റേജ് ദി ആൻസർ വിൽ കം. നമ്മൾ വായിക്കുന്നുണ്ട് 430 വർഷം തികഞ്ഞ അതേ ദിവസം. അതായത് ഫസ്റ്റ് പീറ്ററിൽ നമ്മൾ വായിക്കുന്നത്, അല്പകാലത്തെ സഹനത്തിന് ശേഷം സമസ്ത കൃപാവരങ്ങളുടെയും ദൈവം വിടുവിക്കും. നമ്മൾ ആവശ്യമുള്ളതിനേക്കാൾ ഒരു ദിവസം പോലും നമ്മുടെ ഒരു കാര്യവും ഡിലേ ആക്കില്ല ദൈവം. ഒരു ദിവസം പോലും, നോട്ട് ഈവൻ 1 ഡേ. കാരണം ദൈവം അത്ര ആക്യുറേറ്റാ ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം.
ഒരു ദിവസം പോലും ഡിലേ ആക്കില്ല. അല്പകാലത്തെ സഹനത്തിന് ശേഷം സകല കൃപാവരങ്ങളുടെ ദൈവം. 1 Peter 5:10 ആണെന്ന് വായിക്കാം. 10 or 12. അല്പകാലത്തെ സഹനത്തിന് ശേഷം നിങ്ങളെ ക്രിസ്തുവിൽ മഹത്വത്തിലേക്ക് വിളിച്ച സമസ്ത കൃപാവരങ്ങളുടെയും ദൈവം തന്നെ നിങ്ങളെ പരിപൂർണരാക്കുകയും ഉറപ്പിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. അതെ, അതായത് ഈ സഹനം കുറച്ചു കാലത്തേക്കുള്ളൂ. കർത്താവിന്റെ മാർഗം സഹനത്തിന്റെ മാർഗം. അത് നമ്മൾ അതിനകത്ത് ഉറച്ചു നിന്നാല് ഇത് ഷോർട്ട് ലിവിങ് ആണ്. നമ്മുടെ കഷ്ടങ്ങൾ ബുദ്ധിമുട്ടുന്നത്. അല്പകാലത്തെ സഹനത്തിന് ശേഷം സകല കൃപാവരങ്ങളുടെയും ദൈവം തന്നെ നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മളെ അതിൽ നിന്ന് വിടുവിക്കും. അപ്പോൾ പിശാച് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ച് എന്ത് ചെയ്യും? മുടക്കം ഉണ്ടാക്കും, വഴികൾ മുടക്കും, അല്ലെ നമ്മുടെ സ്കീംസ് പരാജയപ്പെടുത്താനുള്ള പരിപാടികൾ കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൽ ശരണം വെച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നിന്നാൽ അതിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കും. ദെൻ 2 Corinthians അടുത്ത പിശാചിന്റെ ഒരു സ്കീം എഴുതിയേക്കുന്നത് 2 Corinthians 4 വായിക്കും. 4:4 ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്മൂലം ദൈവത്തിന്റെ പ്രതിച്ഛായയായ ക്രിസ്തുവിന്റെ മഹത്വമാർന്ന സുവിശേഷ വെളിച്ചം അവർ കാണുന്നില്ല. അതെ, അപ്പൊ ഈ സുവിശേഷത്തിലേക്ക് വരുന്നതിൽ നിന്ന് ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യുന്നത് ആരാ? പിശാച. കാരണം ഈ പിശാച് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ ആ ഊമനായിട്ടുള്ള ഭൂതം ബാധിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ആ ഫാക്കൽറ്റി ഡള്ളായിപ്പോയി, അവൻ സംസാരിക്കാൻ പറ്റാതായിപ്പോയി. ദെൻ ഇന്റേണലി പിശാച് പ്രവർത്തിക്കുമ്പോൾ പിശാചിന് എന്താക്കാൻ പറ്റും? ഈ അകത്ത മനുഷ്യന് ബ്ലൈൻഡ് ആക്കാൻ പറ്റും. അകത്ത മനുഷ്യന് ബ്ലൈൻഡ് ആക്കിയാൽ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള വിഷൻ പോകും, പിന്നെ കാണാൻ പറ്റാതായി തീരും, ദർശിക്കാൻ പറ്റാതായി തീരും. അപ്പൊ പിശാച് ചെയ്യുന്ന അടുത്ത സ്കീം എന്ന് പറയുന്നത് എന്താ? സുവിശേഷത്തിന് തടസ്സം ഉണ്ടാക്കും. സുവിശേഷത്തിന് അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ അത് കേൾക്കണ്ട. കാരണം പിശാച് ആരിലൂടെ പ്രവർത്തിക്കുന്നത്? രക്ഷിക്കപ്പെട്ടവരിലൂടെ പ്രവർത്തിക്കില്ല. അല്ല ഷെറിൻ, രക്ഷിക്കപ്പെട്ടവരിലൂടെ പിശാച് പ്രവർത്തിക്കുകയോ ഇല്ലയോ? നമ്മുടെ തെറ്റിദ്ധാരണ രക്ഷിക്കപ്പെട്ടവരിലൂടെ പിശാച് പ്രവർത്തിക്കില്ല. അങ്ങനെയാണ് പത്രോസ് രക്ഷ ഏറ്റു പറഞ്ഞു, അല്ലെങ്കിൽ കർത്താവിനെ ഏറ്റു പറഞ്ഞു. അടുത്ത സെന്റൻസിൽ ഇമ്മീഡിയറ്റ്ലി കർത്താവ് പറഞ്ഞു സാത്താനെ. ഇത് വലിയ ലെസൺ അത്. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളെല്ലാം ഈ ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ പറയാറില്ലേ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എനിക്ക് തന്ന ദൂത് ഇതാണ്. മിക്കവാറും പലപ്പോഴും പിശാച് കൊടുത്ത ദൂതായിരിക്കും പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ്, അതുകൊണ്ടാണ് നമ്മൾ ഭയത്തോടു കൂടി അത് ഉപയോഗിക്കാത്ത. കാരണം അങ്ങനെ ഉപയോഗിക്കരുതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവ് അരുളി ചെയ്തെന്ന് പറയുന്ന പ്രവാചകർക്ക് ഞാൻ എതിരാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് അപ്പൊ ഈ കർത്താവിന്റെ ആ പിശാചിന്റെ ഈ സ്കീം, അല്ലെങ്കിൽ ഈ പിശാചിന്റെ ഒരു സ്കീമിൽ പെട്ടതാണ് സുവിശേഷത്തിന്, അല്ലെങ്കിൽ അവരുടെ കണ്ണുകളെ, ഇന്റേണൽ മനുഷ്യന്റെ, ആന്തരിക മനുഷ്യന്റെ കണ്ണുകൾ എന്താക്കും? എന്താ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഈ ആത്മീയ നേത്രം കൊണ്ട് കാണേണ്ടത് എന്താ? വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള വേർഡാ. അതായത് ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചം, ക്രിസ്തുവിന്റെ മുഖത്തിലെ ദൈവ തേജസ്സിനെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചം കാണുന്നതിൽ നിന്ന് പിശാച് കണ്ണു കുരുടാക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബന്ധക്കാര്, സ്വന്തക്കാര്, നമ്മുടെ അപ്പൻ അമ്മ, ഇവർക്കൊക്കെ ഇത് ഒരു താല്പര്യമില്ല കർത്താവിനെ. കാരണം ദേ ആർ ഓൾ ബ്ലൈൻഡും ആണ്, ഡെഫും ആണ്, ഒരു ഫാക്കൽറ്റിയും വർക്ക് ചെയ്യുന്നില്ല, എല്ലാം പിശാച് കുരുടാക്കിയിട്ടേക്കുന്നതുകൊണ്ട് കാണുന്നില്ല. അപ്പൊ അവർക്ക് ഇത് ഒരു പ്രത്യേകതയില്ല, കർത്താവിനൊരു പ്രത്യേകതയില്ല. കർത്താവിന്റെ മഹത്വം, അതായത് ക്രിസ്തുവിന്റെ മുഖത്തിലെ ദൈവ തേജസ്സിനെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചം, അതൊരു ഹൃദയസ്പർശിയായിട്ടുള്ള വേർഡാ. ഈ 2 Corinthians 4 അടിയിലോട്ടൊന്ന് വായിച്ചപ്പോ 2 Corinthians 4 തുടങ്ങി അടിയിലോട്ട് വായിക്കുന്നു. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്മൂലം ദൈവത്തിന്റെ പ്രതിച്ഛായയായ ക്രിസ്തുവിന്റെ മഹത്വമാർന്ന സുവിശേഷ വെളിച്ചം അവർ കാണുന്നില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങളെ പറ്റിയല്ല, മറിച്ച് യേശുക്രിസ്തു കർത്താവാണെന്നും യേശുവിനെ പ്രതി ഞങ്ങൾ നിങ്ങളുടെ ദാസരാണെന്നും അത്രേ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് അരുൾ ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്തിലെ ദൈവ തേജസ്സിനെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചം പ്രസരിപ്പിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചത്. പൗലോസിന്റെ ഹൃദയത്തെ ദൈവം പ്രകാശിപ്പിച്ചു, നമ്മുടെ ഹൃദയങ്ങളെയും ദൈവം പ്രകാശിപ്പിച്ചു. എന്നാല് ഈ വെളിച്ചം കിട്ടാത്ത മനുഷ്യരുടെ ദുരവസ്ഥയെ കുറിച്ച് നമുക്ക് ദുഃഖം ഉണ്ടായിരിക്കേണ്ട. അതായത് ക്രിസ്തുവിന്റെ മുഖത്തിലെ, അതൊരു ഹൃദയസ്പർശിയായിട്ടുള്ള വേർഡാ. ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്തിലെ ദൈവ തേജസ്സിനെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചം പ്രസരിപ്പിക്കാൻ
ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചത്. ആലോചിക്കുക, എന്തോ ഒരു യുണീക്കായിട്ടുള്ള ഒരു ഭാഗ്യ പദവിയാണ്. ക്രിസ്തുവിന്റെ മുഖത്തിലെ ദൈവതേജസ്സിനെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചം, അതാണ് മനുഷ്യരാശിയുടെ രക്ഷ. അത് അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് എന്താ? ഈ ലോകത്തിന്റെ ദേവൻ എന്ത് ചെയ്യും? അപ്പൊ സുവിശേഷത്തിന് ആൾക്കാർ വരുന്നതിന്, അല്ലെങ്കിൽ ആൾക്കാർ കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നതിന്, സുവിശേഷം കേൾക്കുന്നതിനെല്ലാം തടസ്സം സൃഷ്ടിക്കുന്നവൻ പിശാച. ബൈബിളിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം. ആക്ട്സ് 13 അന്ന് പെട്ടെന്ന് വായിക്കുമ്പോ അതിന്റെ 6 തുടങ്ങി വായിക്കുമ്പോ അവർ ദ്വീപിൽ ഉടനീളം ചുറ്റി സഞ്ചരിച്ചു. പാഫോസ് വരെ എത്തിയപ്പോൾ വ്യാജ യഹൂദ പ്രവാചകനായ ബറിയേശു എന്ന മാന്ത്രികനെ കണ്ടുമുട്ടി. അപ്പൊ ഇങ്ങനെ യഹൂദ പ്രവാചകനായ യഹോവയുടെ നാമത്തിലുള്ള പരിപാടികളാണ് ഇന്ന്. അങ്ങനെ തന്നെയാ പ്രസംഗിക്കുന്ന ആരെ കുറിച്ചാ? യേശുക്രിസ്തുവിനെ കുറിച്ചാ. പക്ഷെ വേറെ യേശുക്രിസ്തു ആന്നേ ഉള്ളൂ. വ്യാജ യഹൂദ പ്രവാചകനായ ബർശേശു എന്ന മാന്ത്രികനെ കണ്ടുമുട്ടി. ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ഉപസ്ഥാനപതിയുടെ കൂടെയായിരുന്നു അയാൾ. ഉപസ്ഥാനപതി ബർന്നബാസിനെയും സാവൂളിനെയും വിളിച്ചു വരുത്തി ദൈവവചനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഹി വാസ് നോൺ ആസ് എ വെരി വൈസ് മാൻ. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്നും ബുദ്ധിമാന്മാര് കർത്താവിനെ അന്വേഷിക്കും, വിഡ്ഢികളെ കർത്താവിനെ അന്വേഷിക്കാത്ത ഒരു കാരണം ഇതിനേക്കാൾ വലിയൊരു ബുദ്ധിയില്ല. ദൈവത്തെ അന്വേഷിക്കുന്നതിനേക്കാൾ വലിയ ബുദ്ധിയില്ല. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാത്ത ഭോഷരെ. അപ്പൊ ഇത്രയേറെ അങ്ങനെ ബുദ്ധിമാൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനാണ്. ആരായിരുന്നു നമുക്കറിയത്തില്ല. ബുദ്ധിമാനായ സെർഗ്യൂസ് പൗലോസ് എന്ന ഉപസ്ഥാനപതിയുടെ കൂടെയായിരുന്നു അയാൾ. ഉപസ്ഥാനപതി ബർന്നബാസിനെയും സാവൂളിനെയും വിളിച്ചു വരുത്തി ദൈവവചനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മാന്ത്രികനായ എലിമാസ്, ഇങ്ങനെ യഹോവയുടെ യഹൂദ പ്രവാചകനാ എലിമാസ്, അതായിരുന്നു അയാളുടെ പേരിന്റെ അർത്ഥം, വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു. നോക്ക്, അപ്പോ തടഞ്ഞേക്കുന്ന ആരും മനുഷ്യനാ, പക്ഷെ ഈ മനുഷ്യന്റെ പിന്നിലാരാ? പിശാച. ഉപസ്ഥാനപതിയെ തടഞ്ഞു. എന്നാൽ പൗലോസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന സാവൂൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ അയാളെ ഉറ്റുനോക്കി പറഞ്ഞു, ഹേ സർവ്വദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, സാത്താന്റെ മകനെ, സകല നീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ വളവുള്ളതാക്കി തീർക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ലേ? കണ്ടാലും കർത്താവിന്റെ കരം നിന്റെ മേൽ ഇപ്പോൾ പതിക്കും, നീ അന്ധനായി തീരും. കുറെ കാലത്തേക്ക് സൂര്യനെ കാണാൻ നിനക്ക് കഴിവുണ്ടാകുകയില്ല. ഉടൻ തന്നെ മൂടൽമഞ്ഞും ഇരുളും അയാളെ മൂടി. തന്നെ കൈപിടിച്ച് നടത്താൻ ആളുകളെ തേടി അയാൾ ചുറ്റി നടന്നു. സംഭവിച്ചവ കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിന്റെ പ്രബോധനത്തിൽ വിസ്മയഭരിതനായി വിശ്വാസം സ്വീകരിച്ചു. അപ്പൊ ഇവിടെ ഇത് എഴുതിയേക്കുന്നുണ്ട്, സുവിശേഷത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് പിശാച് വന്ന് ആരും തടസ്സം സൃഷ്ടിക്കില്ല. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ ഭർത്താവായിരിക്കും, ചിലപ്പോൾ ഭാര്യയായിരിക്കും, അമ്മയായിരിക്കും, മക്കളായിരിക്കും, പള്ളിക്കാരായിരിക്കും. ഇന്നത്തെ ഈ ക്രിസ്തീയ പള്ളികളെല്ലാം പിശാചിന്റെ കോട്ടകളാണ്. ഈ പള്ളിയിൽ നിന്ന് തടസ്സം വരും, അവിടുന്ന് തടസ്സം വരും, ഇവിടുന്ന് തടസ്സം വരും. ഇവിടെ ഈ യഹൂദ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോണ്ടംപററി ലാംഗ്വേജ് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ തന്നെയാണ് അപ്പസ്റ്റോലിക് ഡോക്ടറിന് തടസ്സം ഉണ്ടാക്കി നമ്മളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അന്നത്തെ പൗലോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പറഞ്ഞു, സാത്താന്റെ സന്തതിയെ സകല ദുഷ്ടതയുടെയും നിറകുടമായിട്ടുള്ളവനെ. ഇതിലൊരു വേർഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കർത്താവിന്റെ നേർവഴികളെ വളമുള്ളതായിരുന്നു. ഇന്ന് മനുഷ്യരത് ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ സുവിശേഷം അട്രാക്റ്റീവ് ആണ്, നേർവഴിയാണ്, ഇതിനകത്ത് സിമ്പിളാണ്, ഇതിനകത്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇത് അട്രാക്റ്റീവ് ആണ്. ദൈവത്തെ തേടുന്നവർക്ക് ഇത് അട്രാക്റ്റീവാണ്. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറഞ്ഞു കർത്താവിന്റെ നേർവഴികൾ. നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യം, അപ്പസ്റ്റോലിക് ഡോക്ടറിൽ നിന്നില്ലെങ്കിൽ നമ്മുടെ സുവിശേഷം റിപ്പൾസീവ് ആയിരിക്കും. അപ്പസ്റ്റോലിക് കർത്താവിന്റെ നേർവഴികളെ വളവുള്ളവരാക്കി നമ്മൾ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. നമ്മൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിലും കർത്താവിന്റെ നേർവഴികളെ വളവുള്ളതാക്കി തീർക്കരുത്. സുവിശേഷത്തെ കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തരുത്. നമ്മുടെ ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ എന്തെല്ലാം മനുഷ്യന് വഹിക്കാൻ പറ്റാത്ത ഭാരങ്ങളൊന്ന് ആലോചിക്കുക. സ്നാനപ്പെടണം, ഈ സ്വർണ്ണം ഊരണം, ദെൻ വെള്ള വസ്ത്രം ധരിക്കാൻ പറ്റൂ, മീശ വെക്കാൻ പറ്റത്തില്ല, കല്യാണം കഴിക്കാത്ത പാസ്റ്റർ ആണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, പാസ്റ്റർ ആണെങ്കിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് കംപ്ലീറ്റ് പെന്തിക്കോസ് ചർച്ചുകൾ. അങ്ങനെയാണെങ്കിൽ അപ്പസ്തലനായ പൗലോസ് ഈ സഭയിൽ ചെന്ന സഭയുടെ പാസ്റ്റർ ആക്കില്ല, കൂടാൽപ്പണി ചെയ്യുന്ന ആളാണ്. ദെൻ സിലോൺ പെന്തിക്കോസ് എന്നൊരു സഭയുണ്ട്, അവിടുത്തെ പാസ്റ്റർമാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പൊ ഈ ഒരൊറ്റ അപ്പസ്തലനെ പോലും അവിടെ എന്താക്കില്ല,
പാസ്സാകുന്നില്ല, കാരണം ഇവരെ കല്യാണം കഴിച്ചില്ല. അപ്പൊ ആലോചിച്ച് ഈ അപ്പസ്റ്റോളിക് ഡോക്ടറിൽ നിന്ന് പോയേക്കുന്ന അല്ലെങ്കിൽ ജാതികൾ മാനസാന്തരപ്പെട്ടപ്പോൾ അപ്പസ്റ്റോളിക് കൗൺസിലിൽ അവർ ലെറ്റർ എഴുതി ശ്വാസം മുട്ടിച്ചു വന്നവ, രക്തം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനകത്ത് നോക്ക്, അതിനകത്ത് ഇല്ലാത്ത എത്രയോ ടീച്ചിങ്സ് ഓരോ സഭകൾക്കുള്ളൂ. ഇതൊന്നും കണ്ടാലും നമുക്കൊരു പ്രശ്നമില്ല. നോ പ്രോബ്ലം, നോ പാഷൻ, നോ ബേണിംഗ്. ദേവാലയത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ കർത്താവിന്റെ മാർഗത്തെ കുറിച്ചുള്ള തീഷ്ണത നമ്മൾ വിഴുങ്ങുന്നില്ല, കാരണം നമ്മൾ മൈനോറിറ്റി ആവും അതുകൊണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ഇവിടെ സുവിശേഷത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അത് പല പിശാചിന്റെ സ്കീമുകളാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ സുവിശേഷത്തിന് തടസ്സം സൃഷ്ടിക്കും. ചിലപ്പോൾ ഏറ്റവും സ്നേഹിതരായിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കും അതിന് തടസ്സം സൃഷ്ടിക്കുന്നത്. ചിലപ്പോൾ മക്കളായിരിക്കും, ഭാര്യയായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് ബേസിക് ആയിട്ട് പറഞ്ഞു, അപ്പനെയോ അമ്മയോ സഹോദരനോ സഹോദരിയോ എന്നല്ല, ഏതെങ്കിലും ഹ്യൂമൻ റിലേഷൻ കർത്താവിനെ പിൻപറ്റുന്നതിന് തടസ്സമാണെങ്കിൽ കർത്താവ് എന്ത് പറഞ്ഞു? യു ആർ നോട്ട് ഫിറ്റ്. കർത്താവ് പറഞ്ഞു, ആ 12 പേരോട് ചോദിച്ചു, നിങ്ങളും പോകുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഇതിനകത്ത് യാതൊരു നിർബന്ധമില്ല, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി. കാരണം ഇത് കർത്താവിനെ കൊണ്ട് നമുക്ക് ആ ബെനിഫിറ്റ് അല്ലേ. കർത്താവിന് നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ. കർത്താവിന് ആര് പിരിഞ്ഞു പോയാലും കർത്താവിന്റെ മാർഗവും കർത്താവിന്റെ ഈ പ്രവചനങ്ങളോ ഇല്ലാതായിത്തീരില്ല. അപ്പൊ സുവിശേഷത്തിന് തടസ്സം സൃഷ്ടിക്കും. ദെൻ 1 തിമോത്തി 3:7 എടുക്കുമ്പോ പുറത്തുള്ളവരുടെ ഇടയിലും മതിപ്പുള്ളവനായിരിക്കണം അയാൾ, അല്ലെങ്കിൽ അയാൾ ദുഷ്കീർത്തിയിലും പിശാചിന്റെ കെണിയിലും അകപ്പെടാം. അപ്പൊ അവിടെ പിശാച് കെണി വെക്കും. എങ്ങനെയുള്ളവരെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എൽഡറിന്, സഭയുടെ എൽഡർ ആകാനുള്ള യോഗ്യത എഴുതിയേക്കുക. അപ്പൊ ഈ യോഗ്യത ഇല്ലാത്ത, ഇപ്പൊ നമ്മൾ ഈ സഭയുടെ എൽഡർ എന്നുള്ള ഒരു കാര്യത്തിലല്ല, എനി ക്രിസ്ത്യൻ, ഇപ്പൊ ഒരു ക്രിസ്ത്യ വിശ്വാസിയായിട്ട് ജീവിക്കണമെങ്കിൽ അതിന് കണ്ടീഷൻസും, അതെ, നമുക്ക് ജീവിക്കാനുള്ളൊരു ഇത് വേ ഓഫ് ദി ലോഡാ. നമ്മൾ അതിനകത്ത് ഒരു എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റില്ല, കർത്താവിന് പിൻപറ്റാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിന് ഫിറ്റായിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ പിശാച് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് എന്താക്കും? നമ്മൾ മുഖാന്തരം ജാതികളുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കാനിടയായി തീരും. നിങ്ങൾ മുഖാന്തരം ജാതികളുടെ ഇടയിൽ എന്റെ നാമം ദുഷിക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ. അപ്പൊ നമ്മളെ ചീത്തപ്പേര് കേൾപ്പിക്കുക, നമുക്ക് അപവാദം ഉണ്ടാക്കുക, നമ്മളെ ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തുക. കാരണം സുവിശേഷം അവിടെ ബ്ലോക്ക്ഡായി. നമ്മൾ അറിയപ്പെടുന്ന കർത്താവിന്റെ മക്കൾ എന്ന് അറിയപ്പെടുന്ന നമ്മളുടെ ജീവിതം സൈറ്റ് ചെയ്ത് ഇത് സാക്ഷിയില്ലാത്തൊരു ജീവിതമാണ്, കർത്താവിന്റെ വഴിയിലല്ല ജീവിക്കുന്നത് എന്നുള്ളൊരു ദുഷ്പേരിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പണി ആർക്കുണ്ട്? പിശാചിനുണ്ട്. ആ ദുഷ്കീർത്തിയിലാവും. അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പുതിയ വിശ്വാസികളെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കരുത്. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് സ്വഭാവം ആദ്യം ഉണ്ടാകാൻ ചാൻസ്? അഹങ്കാരം ഉണ്ടാകും. കാരണം പിശാചിനുണ്ടായതാ. അപ്പൊ നമ്മിൽ അഹങ്കാരം ഉണ്ടാക്കുന്ന ശുശ്രൂഷ ആരാ ചെയ്യുന്നത്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അഹങ്കാരത്തിന്റെ ഒരു കണികയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എങ്കിൽ അതിന്റെ പിന്നിൽ പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. പിശാചിന് നമ്മൾ വശംവദരായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയല്ല, എന്റേതായിട്ട് ഒന്നുമില്ല, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ യഥാർത്ഥമായിട്ട് ഹൃദയത്തിൽ എന്റേതായിട്ട് ഒന്നുമില്ല, സ്വന്തമായിട്ട് ഒന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് പറഞ്ഞാൽ പോരാ, പാടിയാൽ പോരാ. ഹൃദയത്തിൽ ജെന്യുവിനായിട്ട് അങ്ങനെയുള്ളവരെ പിശാചിന് അഹങ്കാരത്തിലൂടെ വീഴിക്കാൻ പറ്റത്തില്ല. അല്ലാത്തവരെ അഹങ്കാരത്തിലൂടെ വീഴിച്ച് അൾട്ടിമേറ്റ്ലി എന്തുണ്ടാക്കും? ദുഷ്കീർത്തി ഉണ്ടാക്കും, ദുഷ്പേരുണ്ടാക്കും. അത് പിശാചിന്റെ ഒരു പ്രവർത്തനമാണ്. ദെൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ 1 John 5:19 1 John 5:19 നമുക്കറിയാവുന്ന കാര്യം, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പിശാചിനെ കുറിച്ച്. 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിയിലാണെന്നും നമുക്കറിയാം. യോഹന്നാന്റെ ലേഖനം വായിക്കുന്നവർക്കറിയാം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ലോകം മുഴുവൻ ആരുടെ അധീനതയില്ല? പിശാചിന്റെ ശക്തിയിലാണ്. ഇത് പിശാച് പിടിച്ചു വാങ്ങിച്ചു വെച്ചേക്കുന്നല്ല, ദൈവം കൊടുത്തേക്കുന്ന. അല്ലെ നമുക്ക് ഇതിനകത്തൊരു കൺഫ്യൂഷൻ ആകും. അതായത് ഈ പ്രസന്റ് വേൾഡിനെ പിശാചിന്റെ അധികാരത്തിന് ദൈവം കൊടുത്തേക്കുക. അതിന് നമുക്ക് റിവീൽഡ് ആകാത്ത, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത ഒത്തിരി നല്ല ലക്ഷ്യങ്ങൾ കാണുന്നു. കാരണം ദൈവം നന്മയ്ക്ക് വേണ്ടി അല്ലാതെ തിന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അതുപോലെ ഈ പിശാച്, ലോകം മുഴുവൻ പിശാചിന്റെ പിടിയിലായേക്കുന്നതുകൊണ്ട് കഷ്ടാനുഭവിക്കുന്ന ആരാ?
ഒരു വിശ്വാസിക്ക്, ഒരു കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആർക്കും ഇതുകൊണ്ട് ഒരു തലവേദനയില്ല. ഉണ്ടോ? ഇപ്പൊ പോലീസ് സ്റ്റേഷനും ജയിലും ഉണ്ട്. ജയില്, വലിയ ജയില് കാണുമ്പോൾ, വലിയ മതിലൊക്കെ കാണുമ്പോൾ ആർക്കാ പേടി തോന്നുന്നത്? ഒരു ദിവസം ഇത് ചാടാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലേ? പോലീസ് സ്റ്റേഷൻ കാണുമ്പോൾ പേടി ആർക്കാ? കള്ളന്മാർക്ക് മാത്രമേ ഉള്ളൂ. സെയിം വേ. അപ്പൊ ഈ ലോകത്തെ മുഴുവൻ പിശാചിന്റെ കയ്യില് ദൈവം അധികാരം കൊടുത്തേക്കുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അല്പം പോലും പേടിക്കേണ്ട ആവശ്യമില്ല. അറ്റ് ദി സെയിം ടൈം നമ്മൾ അറിയണം, ഈ ലോകത്തിലെ ഈ അട്രാക്റ്റീവ് ആയിട്ട് കാണുന്ന എല്ലാം പിശാചിന്റെ സ്കീമായി. അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രി, ഈ ഇന്റർനെറ്റിലുള്ള പോണോഗ്രാഫി, എല്ലാം. കാരണം പിശാച് തലമുറകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നേ ചെറുപ്പത്തിലെ ആ വിഷം കയറ്റിവിടാനായിട്ട് ചെയ്യുന്ന സ്കീമുകൾ. കാരണം ചെറുപ്പത്തിലെ വഴി തെറ്റിച്ചാൽ പിന്നെ അത് ഒരിക്കലും ശരിയാകത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ലോകം മുഴുവൻ പിശാചിന്റെ അധീനതയിലായിരിക്കുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. കാരണം ഇത് ലോകം മുഴുവൻ പിശാചിന് ദൈവം കൊടുത്തേക്കുന്ന ഫോർ എ ടൈം, ഇല്ലേ? ലഘ്യം ബാധിച്ചവൻ കർത്താവിനോട് പറയുന്നത് എന്താ? കാലം തികയുന്നതിന് മുമ്പ് ഞങ്ങളെ നശിപ്പിക്കാനാണ് നീ വന്നിരിക്കുന്നത്. കാരണം ഇത് പിശാചിന് നിത്യമായിട്ട് കൊടുത്തേക്കുന്നതല്ല. കാലം ഒരു കാലമുണ്ട്. ഫൈനലി പിശാച് എവിടെയാ? തീയും ഗന്ധവും എരിയുന്ന തീപ്പൊയ്യിലേട്ട് എറിയപ്പെടാനുള്ളത് പിശാച്. അറ്റ് ദി സെയിം ടൈം ഇപ്പോൾ അധികാരം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവിന് പരീക്ഷിക്കുന്ന സമയത്ത് മാത്യു ചാപ്റ്റർ 4 നമുക്കറിയാവുന്ന സ്ഥലങ്ങളാ. അതിൽ പിശാച് പറയുന്ന ഒരു കാര്യം മാത്രം. അതിന്റെ 8ാം സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോൾ, പിശാച് യേശുവിനെ വളരെ ഉയർന്ന ഒരു മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ പ്രതാപവും കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ സാഷ്ടാംഗം വീണ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് തരും. അപ്പോൾ യേശു കൽപ്പിച്ചു, സാത്താനെ പോകൂ, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ സേവിക്കാവൂ എന്ന് വിശുദ്ധ ലിഖിതത്തിലുണ്ടല്ലോ. അപ്പോൾ പിശാച് അവനെ വിട്ട് അകന്നു. മാലാഖമാർ വന്ന് അവനെ പരിചരിച്ചു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് പിശാച് പറഞ്ഞ നുണയാന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. പിശാച് പറഞ്ഞൊരു കാര്യമാണ്, ഈ ലോകം മുഴുവൻ എനിക്ക് നൽകപ്പെട്ടേക്കും, അല്ലെങ്കിൽ ഈ ലോകം അതിന്റെ പ്രതാപങ്ങളും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ പ്രതാപവും കാണിച്ചു കൊടുത്തിട്ട് അവൻ പറഞ്ഞു, നീ സാഷ്ടാംഗം വീണ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് തരും. അത് തന്നെ നമ്മൾ ഫസ്റ്റ് ജോണിൽ വായിച്ചത്. ഈ ലോകം മുഴുവൻ പിശാചിന്റെ അധീനതയില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ കുമ്പിട്ട് ആരാധിച്ചിട്ട് ലോകത്തിൽ ഒന്നും വേണ്ട, കർത്താവിന് മാത്രമേ ആരാധിക്കാവൂ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കറക്റ്റ് ക്രിസ്ത്യൻ വെയിൽ അല്ലാതെ പോയാല് ഒത്തിരി അനുഗ്രഹങ്ങളെ തരാൻ ആർക്ക് പറ്റും? പിശാച് ദൈവം കൊടുത്തേക്കുന്ന. അപ്പൊ ഈ അപ്പസ്റ്റോളിക് ഡോക്ട്രിൻ അല്ലാത്ത ഡോക്ട്രിൻ ഓഫ് ദി ഡെമോൺസി പോയാല് ഈ ലോകത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളെ തരാൻ പിശാചിന് പറ്റും. നമ്മൾ അറിയേണ്ട സ്കീമുകൾ. അപ്പം നമ്മൾ വിചാരിക്കും, അപ്പൊ ചില സ്ഥലത്ത് അവിടെ ടീച്ചിങ് ഒന്നും ശരിയല്ല, പക്ഷെ അവിടെ പോകുന്നവർക്ക് അനുഗ്രഹമുണ്ട്, അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, പല കാര്യം. ഇത് കർത്താവിന്റെ നാമത്തിലല്ലേ നടക്കുന്നത്, അപ്പോൾ ശരിയാ. പക്ഷെ അറിയേണ്ട ഒരു കാര്യം എന്താ, ഈ ദൈവത്തിന്റെ സത്യമായിട്ടുള്ള മാർഗത്തിലൂടെ അല്ലാതെ പിശാചിന്റെ ഡോക്ടറിലും പിശാചിന്റെ ഡിസീവിങ് സ്പിരിറ്റ്സിനെ ആശ്രയിച്ചാല് എന്ത് കിട്ടും? ഈ ലോകത്തിലെ ഇതെല്ലാം എനിക്ക് തരാൻ കഴിയുന്ന പിശാച് പറയുന്നത് ലോകത്തിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പിശാചിന്റെ മുമ്പിലും മുട്ടുമടക്കിയിട്ട് ഒരനുഗ്രഹം നമ്മൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അറ്റ് ദി സെയിം ടൈം അറിയേണ്ട ഒരു കാര്യം, പിശാചിന്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ ലോകത്തിലെ അനേക അനുഗ്രഹങ്ങൾ തരാൻ പിശാചിന് പറ്റും. അത് പിശാചിന്റെ സ്കീമിലുള്ളതാ. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ എന്താ പറയുന്നത്? ഞാൻ നിറകണ്ണുകളോടെ നിങ്ങളോട് പറയുവാണ്, അവരുടെ ദൈവം വയറാണ്, ലജ്ജാകരമായതിൽ ഭൗമികമായവയിൽ ലോകത്തിലെ അനുഗ്രഹം പിശാചിന് തരാൻ പറ്റും. ഭൗമികമായവയിൽ മനസ്സൂന്നി, ലജ്ജാകരമായവയിൽ അവർ അഭിമാനം കൊള്ളുന്നു. അപ്പൊ ഈ ലോകത്തിലെ അനുഗ്രഹം, ലോകത്തിലെ ഐശ്വര്യം ഈ പിശാച് പറയുന്ന പോലെ അനുസരിച്ചാല്, കർത്താവിനെ അനുസരിക്കാതെ, ഇതിനുവേണ്ടി ദൈവം കൊടുത്തേക്കുന്നത്, കർത്താവിനെ അനുസരിക്കാതിരിക്കുന്നവർക്ക് ലോകത്തിലെ അനുഗ്രഹങ്ങൾ കിട്ടാൻ പിശാചിനെ ആശ്രയിച്ചാൽ മതി. അതുകൊണ്ടാണ് നോക്ക്, ഈ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള സത്യമാർഗത്തിലൂടെ അല്ലാതെ ദൈവത്തിൽ നിന്നൊന്നും കിട്ടില്ല. അത് യഹൂദൻ കർത്താവിനെ ഉപേക്ഷിച്ചതോടുകൂടി യഹൂദൻ അതില്ല. അല്ലെങ്കിൽ ഈ ലോകത്തിൽ എത്രയോ ജാതികളുണ്ട്, മതങ്ങളുണ്ട്, വർഗങ്ങളുണ്ട്, വർണ്ണങ്ങളുണ്ട്, അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലേ? അല്ല, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിക്കുന്നില്ലേ? പണത്തിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല, ലോകത്തിലെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം പിശാചിനെ കുമ്പിട്ട് ആരാധിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. അപ്പൊ പിശാചിന്റെ സ്കീമുകളിൽ നമ്മൾ ചിന്തിച്ചൊന്ന്, ലോകം മുഴുവൻ പിശാചിന്റെ പിടിയിലാണ്. ഈ ലോകത്തിലെ അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രി, ലോകത്തിന്റെ അട്രാക്ഷൻസ്, ലോകത്തിന്റെ പ്രതാപങ്ങള്, ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് പിശാച.
ഇതിൽ നിന്ന് നമ്മളും രക്ഷപ്പെടണം, നമ്മുടെ മക്കളെയും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. then നമ്മൾ കണ്ടത് ഡെമോണിക് ഡോക്ട്രിൻ. ദൈവവചനത്തിലാണ് പ്രൈമറി അറ്റാക്ക്. കാരണം ഇവിടെ കർത്താവിന് പിശാച് പരീക്ഷിച്ചപ്പോൾ കർത്താവ് എങ്ങനെ രക്ഷപ്പെട്ടെ? അതിനനുസരിച്ച് ഡ്യൂട്രോമിന്നാ, മോശയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് കോട്ട് ചെയ്ത്. മോശയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കോട്ട് ചെയ്ത് അത് പറഞ്ഞ പിശാച് ഡിഫീറ്റഡ് ആയി. ഇന്ന് നമുക്ക് മോശയുടെ ഗ്രന്ഥം തുടങ്ങി റെവലേഷൻ 22 വരെയുണ്ട്. ഇതിൽ നിന്ന് ദൈവത്തിന്റെ വചനം കോട്ട് ചെയ്താല് പിശാച് ഡിഫീറ്റഡ് ആകുമോ? അത് നമ്മുടെ ജീവിതത്തിലുള്ള വചനമാണെങ്കിൽ, അല്ലെങ്കിൽ എന്ത് പറയും? സ്കെവായുടെ മക്കളോട് പറഞ്ഞ പോലെ പറയും, ശരി നീ കോട്ട് ചെയ്യുന്നുണ്ട്, ഇത് കോട്ട് ചെയ്ത പൗലോസിനെ എനിക്കറിയാം, ഇത് കോട്ട് ചെയ്ത കർത്താവിനെ എനിക്കറിയാം, നിനക്ക് കൊട്ടേഷൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പിശാച് സ്കെവായുടെ മക്കള് എങ്ങനെ പോയി? അപ്പൊ എന്ന് പറഞ്ഞ പോലെ നഗ്നൻ മുറിവേറ്റവരുമായിട്ട് ഓടേണ്ട വരും, അറിഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ. അപ്പൊ ഇത് പിശാചിന്റെ സ്കീംസിനെ കുറിച്ച് ചിന്തിച്ചു. അടുത്ത ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ഈ സർവ്വ ആയുധ വർഗ്ഗങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിക്കാം. നിഷ്ഫലമാം ജീവിതങ്ങൾ